രക്തം കൊണ്ട് ഞാൻ എഴുതിയ വരി ചന്ദനം മണക്കില്ല. മുഴുത്ത ചക്ക വീണപ്പ ചത്ത മൊയല് കൊമ്പുകൾ എനിക്കില്ല. ആർക്കെതിരെയാണ് പാടുന്നത്? അവർ നമ്മുടെ പാട്ടേക്കുണ്ട്. ആ കുരുതി കൊടുക്കൽ എന്താണെന്ന് വരെ അറിയാം. എനിക്ക് അതിന്റെ കവറും ഇഷ്ടപ്പെട്ടു കേട്ടോ. ആടിന്റെ ഫോട്ടോ വെച്ച് അതെന്താണെന്നുള്ളത് പറയട്ടോ. മന്ദാരം ശരിക്കും ഉണ്ടായത് എന്തുകൊണ്ടാ? നീ വിട്ടോ, വിട്ടോ, കടവേട് കടത്തങ്ങാട്ട് വിട്ടോ. എന്നിട്ട് ഞാൻ മൈ എന്ന് പറഞ്ഞപ്പോ വേണ്ട, തെറി വേണ്ട, മൈ ഡിയർ റോമനെ കുട്ട എന്നുള്ളത് മാറ്റി. എനിക്കും എന്റെ എഴുതിൽ എനിക്കെതിരെ അഭിപ്രായമുണ്ട്. ഭയങ്കരമായിട്ട് പ്രണയമുണ്ട്, അത് വേണമെന്നുള്ള ചിന്തയുണ്ട്. രണ്ടും കൂടി ക്ലാഷ് ആയപ്പോ കടം വാങ്ങി തിരിച്ചു തരില്ല, നമ്മൾ തിരിച്ചു ചോദിക്കുകയില്ല. നമുക്കറിയാലോ പൈസത്തിന്റെ വിഷമം. എനിക്കൊരു 6ാം ക്ലാസ് പഠിക്കുമ്പോൾ തുടങ്ങി അച്ഛൻ ഉപേക്ഷിച്ച് പോയതാ. അപ്പൊ തുടങ്ങി അമ്മ സ്ട്രഗിൾ ചെയ്യണ്ട. വാർക്കപ്പണിക്കും പോയിട്ട് കരിങ്കല്ലൊക്കെ ചുമന്ന് 6 മണിയാകുമ്പോൾ അമ്മ വരുമ്പോ ആ ഒരു ഇത് നമുക്ക് കാണുന്നുണ്ട്. ഒരു ഏജ് കഴിയുമ്പോൾ നമുക്ക് ചിന്ത വരുമോ, ഇനി നോക്കേണ്ടത് ഞാനാ. അപ്പൊ എനിക്ക് അങ്ങനെ ഒരു ചിന്തയൊന്നുമില്ല. പാത്രം കഴുകുന്നതൊക്കെ എനിക്ക് കുഴപ്പമുള്ള പരിപാടിയല്ല, നല്ല സമാധാനമുള്ള പരിപാടിയായിരുന്നു. വൈകിട്ടാകുമ്പോൾ ചായം കടി നയിക്കാൻ വരും, ഉണ്ടാക്കാൻ ഡ്രസ്സ് പോലും വാങ്ങില്ല. വാങ്ങണമെങ്കിൽ തന്നെ 100 രൂപയുടെ ഷർട്ട്. അങ്ങനെ അത് ഞാൻ ഡ്രസ്സ് പറഞ്ഞത്. ഇപ്പൊ എനിക്ക് പെയിനെ കുറിച്ച് എഴുതാൻ പറ്റില്ല, എനിക്കിപ്പോ പെയിൻ ഇല്ല. അപ്പൊ എനിക്ക് അന്ന് ആ പെയിൻ ഉണ്ടായിരുന്നു, അത് ഞാൻ ഇപ്പൊ എഴുതും. ഗബ്രിയാണ് നമുക്കിപ്പോൾ ഉള്ളത്. ഹായ്. ശരിക്കും ഗബ്രി എന്നല്ല പറയേണ്ടിയിരുന്നത്, വേടൻ കാട്ടുന്ന് പിടിച്ച കരിമ്പുലി എന്നാണ് പറയേണ്ടിയിരുന്നത്. എങ്കിലും എല്ലാവർക്കും മനസ്സിലാവുള്ളൂ. അത് പക്ഷേ നല്ല രസമുള്ളൊരു പരിപാടിയാണല്ലേ, കരിമ്പുലി എന്ന് പറയുമ്പോൾ ഒരു പഞ്ച് പവർ. ഞാനും പ്രതീക്ഷയില്ല അങ്ങനെ. പേര് വിളിക്കും, സ്റ്റേജിൽ കയറുമ്പോ പേര് വിളിക്കും, പാടാ ഇങ്ങനെയൊക്കെ പറഞ്ഞു കരിമ്പുലി എന്നൊക്കെ പറഞ്ഞു. ഓ അന്ന് ഞാൻ കേൾക്കുള്ള ബാക്കിലല്ലേ, സ്റ്റേജിന്റെ ബാക്കിലല്ലേ. പിറ്റേ ദിവസം റീല് വരുമ്പോഴാണ് ഓ ഇത്രയും വലിയ പരിപാടിയാണ് പറഞ്ഞതെന്നൊക്കെ അറിയണത്. പേര് വിളിച്ച് പാടി പോയി. നമ്മൾ പിന്നെ ബോധേടല്ല ഇങ്ങനെയൊക്കെ വിളിച്ചെന്നുള്ളത്. പിന്നെ റീല് പരിപാടിയൊക്കെ വന്ന് പിള്ളേർക്കൊക്കെ വർക്കായെന്ന് പറഞ്ഞപ്പോ ശരിയാ. പക്ഷെ അത് പഞ്ചായിരുന്നു. അതെ അതെ. കാരണം വേടൻ അത്രയും പഞ്ചില് ഞാൻ കാട്ടുന്ന് പിടിച്ച ഒരു കരിമ്പുലിയാണെന്ന് പറയുമ്പോഴുണ്ടല്ലോ ആ ഒരു സാറ്റിസ്ഫാക്ഷൻ പുള്ളിയുടെ മുഖത്തുണ്ട്. ലൈക്ക് മനസ്സിലാവും നമുക്കത്, ഇന്നൊരാളെ എനിക്ക് ഇങ്ങനെ ആക്കണം. അപ്പൊ നമ്മ ആ ഒരു ഇമോഷൻ ഉണ്ടാവില്ല, നമുക്ക് മനസ്സിലാവും അത് ആ ഫേസിൽ തന്നെ ഉണ്ട്. അതേക്കുറിച്ച് നമുക്ക് സംസാരിക്കേണ്ടതുണ്ട്. പക്ഷെ ഇപ്പോൾ സൂയിസൈഡ് നോട്ടാണ് ശ്രദ്ധിക്കപ്പെടുന്നത്. അപ്പോൾ അതിനകത്ത് ചില കാര്യങ്ങൾ ഞാൻ മൊത്തം ലിറിക്സ് അനാലിസിസ് ഉണ്ട് കേട്ടോ. ഇന്ന് ഇത് കുറച്ചൊക്കെ ഗബ്രി തന്നെ ഡീകോഡ് ചെയ്യണം ചില കാര്യങ്ങളൊക്കെ. രക്തം കൊണ്ട് ഞാൻ എഴുതിയ വരി ചന്ദനം മണക്കില്ല എന്ന് പറഞ്ഞിട്ട് ക്ഷത്രിയനല്ല ശക്തനല്ല എന്ന സങ്കടം എനിക്കില്ല എന്ന് പറയുന്നുണ്ട്. അപ്പം അവിടെ ഒരു പൊളിറ്റിക്കലായിട്ടുള്ളൊരു ഇവിടുത്തെ ഒരു സീന് പറഞ്ഞിട്ട് ശക്തനല്ല എന്നൊക്കെ പറയുന്ന അന്നത്തെ ശക്തിയാണ് ഉദ്ദേശിക്കുന്നത്. ഡെമോക്രാറ്റിക് ആയിട്ടുള്ള ഒരു ശക്തിയല്ല, അന്ന് ഉണ്ടായിരുന്ന ഒരു അധികാരത്തിന്റെ ശക്തിയുണ്ട്. അതൊന്നും എൻ്റെ ഇന്നത്തെ പ്രശ്നമല്ല എന്ന് പറയുന്ന രീതിയിൽ പൊളിറ്റിക്സ് നേരിട്ട് പറഞ്ഞുകൊണ്ട് തന്നെ വരുന്നു എന്നുള്ളത് ആ സൂയിസൈഡ് നോട്ടിലും നിങ്ങളുടെ ഒരു പുലിയുടെ ഒരു ശക്തി കാണിച്ചിട്ടുണ്ട്. പുലി ശക്തനാണ് കേട്ടോ, ശക്തനല്ലെന്ന് പറയുന്നതിന്റെ ശക്തി എന്ന് പറയുന്നത് വേറെ ശക്തിയാണ്. അല്ല അത് കുറച്ച് പേഴ്സണലി ഞാൻ അത്ര ഒരാള് എന്തെങ്കിലും എന്ന് വിളിച്ചാൽ തന്നെ ഞാൻ അങ്ങനെ ആവണൊരു വ്യക്തി ആയതുകൊണ്ട് ആ ഒരു സാധനം പുറത്താക്കിയതാ. ലൈക്ക് എനിക്ക് എത്ര സോഷ്യലി ആയിരിക്കും എന്തെങ്കിലും ചോദ്യം ചോദിച്ചാൽ തന്നെ പറഞ്ഞ എനിക്ക് എത്ര ഇതായിരിക്കും ആങ്സൈറ്റിയും പരിപാടിയൊക്കെ ഉള്ള കാരണം അതൊന്ന് പോർട്രേറ്റ് ചെയ്തതാ. ശക്തി എന്ന് പറയുമ്പോ പണ്ട് ക്ഷത്രിയ എന്നുള്ളതാണല്ലോ, അത് ഓട്ടോമാറ്റിക്കായിട്ട് വന്നതാ. ഒരുപാട് ചിന്തിക്കാണ്ട് തന്നെ ശക്തൻ എന്ന് പറയുമ്പോൾ തന്നെ വരികിൽ തന്നെ ശക്തൻ ക്ഷത്രിയൻ ആ ഒരു പ്രാസവും പിന്നെ നമ്മൾ ഉദ്ദേശിച്ച സാധനം വരുന്നുണ്ടെന്നുള്ള സാധനം വന്നപ്പോ അടിച്ചു വിട്ടത്. ഈ പുലിയുടെ എഴുത്തിന്റെ പ്രോസസ് എങ്ങനെയാണ്? പൂച്ചയെ പോലെയാണ് എഴുതുന്നത്? എഴുതുമ്പോ മാത്രം ഞാൻ അങ്ങനെ ആവുള്ളൂ, പുലിയായിരിക്കും. എഴുതി കഴിയുമ്പോ സ്വിച്ച് ഓഫ്. പിന്നെ സ്റ്റേജിലെത്തണം. പിന്നെ സ്റ്റേജിലെത്തണം, അതാണ് എന്റെ പരിപാടി. വല്ലാണ്ട് എഴുതി കഴിഞ്ഞാൽ പിന്നെ കാംഫുൾ ആയിരിക്കുക, മെന്റൽ ഹെൽത്ത് പരിപാടി വായിക്കുക, എഴുതുക, വേറെ പേഴ്സണൽ ജേർണലിങ് ചെയ്യുക, അതൊക്കെയാണ് എൻ്റെ പരിപാടി. അധികം ആൾക്കാരായിട്ട് മിങ്കിൾ ചെയ്യാണ്ടിരിക്കാനേ നോക്കുള്ളൂ ഞാൻ. ഒറ്റയ്ക്ക് ഇരിക്കലാണ് കംഫേർട്ട്, സുഖം. പക്ഷെ വേദിയിലെത്തുമ്പോൾ ഉള്ള പവർ ഉണ്ടല്ലോ. ഏതെങ്കിലും ഒന്ന് ഫുൾ ആയിട്ട് പാടോ? മന്ദാരം പാടണോ അതെ പുതിയത് പാടണോ? പുതിയത് അതാണല്ലോ. ഞാനിന്ന് മരിച്ച് 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 മണ്ണടിഞ്ഞവന ഹരിച്ചു ഗുണിച്ചു ഗണിച്ചു വന്നിട്ട് കണക്കുകളൊക്കെ പിഴക്കുന്നല്ലോടാ. മരിച്ച് 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 മരിച്ചു മണ്ണടിഞ്ഞവന ഹരിച്ചു ഗുണിച്ചു ഗണിച്ചു വന്നിട്ടും കണക്കുകളിലൊക്കെ പിഴക്കുന്നല്ലോടാ. പഠിച്ചു പാടം ഇനി ഒരിക്കലും ആകില്ലൊരു ഭാരം, പോയങ്ങ് ചാവുന്നതാണല്ലോ ഭേദം. ഞാനൊക്കെ ചത്ത ആർക്കെന്ത് ഛേദം. അവന്റെ കാര്യം ആയുസൊടുങ്ങുമ്പോൾ 1000 പേരും 1000 നാവുകൾ ആയുധമാകും. അതിൽ ഞാനൊരു കാതികനാകും.
തനിക്ക് താനും പൊരക്ക് തൂണും പരക്കം പാച്ചിലിനൊടുക്കമാകും അടക്കം പറച്ചിലൊക്കെ എന്നെ പ്രാകും പതുക്കെ പതുക്കെ എല്ലാവരും പോകും ഓരോന്നും കൊഴിഞ്ഞു പോകും പോരെങ്കിൽ പോണ പോക്കിലൊരു കൂവും മൂകത ആഴക്കടലിൽ പോലാകും ഈ കഥ തീരുന്ന വരെയും നോവും ഭാരങ്ങൾ ചുമക്കുവാനായി വിധിക്കപ്പെട്ടവന പല വഴിയിൽ ചതിക്കപ്പെട്ടവൻ വിവിധ തരത്തിൽ ഒതുക്കപ്പെട്ടവന അനുഭവത്തിൽ ഒതുക്കം വന്നവൻ മടുപ്പ് കൊണ്ടവൻ ഉടുത്ത തുണി കൊണ്ടുണ്ടാക്കിയ കുടുക്ക് അതിൽ കിടന്ന് പിടച്ച് മരിച്ചു കഴിഞ്ഞാൽ എല്ലാവരും മറക്ക് കഴുത്തറക്കാൻ കൈമുറിക്കാൻ എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് വിതുമ്പല്ലേ ഞാനോളം തല്ലുമ്പോൾ അടിയുലഞ്ഞു ഒഴുകി നടന്ന കൊതുമ്പല്ലേ അന്നലറി വിളിച്ചപ്പോൾ ഒരുത്തനുമില്ലെന്നറിഞ്ഞപ്പോൾ ഞാൻ മിണ്ടാണ്ടായി നല്ലൊരു നാളെയെ കാത്തിരുന്നപ്പോൾ ഇന്നത്തെ ദിവസം കാണാണ്ടായി വല്ലവനും വന്ന് വിലയിരുത്തുന്ന കാണുമ്പോൾ ഞാനങ്ങ് വല്ലാണ്ടായി സ്വയം പോകി ഞാൻ സ്വയം ദ്രോഹി സ്വയം എന്നെ തന്നെ ഇല്ലാണ്ടായി രക്തം കൊണ്ട് ഞാൻ എഴുതിയ വരി ചന്ദനം മണക്കില്ല കരുത്ത ക്ഷത്രിയനല്ല ശക്തനല്ലെന്ന സങ്കടം എനിക്കില്ല മുഴുത്ത ചക്ക വീണപ്പോ ചത്ത മുയൽ കൊമ്പുകൾ എനിക്കില്ല ഈ പിത്തത്തടിയിൽ കത്തിക്കേരലും പൊട്ടിക്കരയില്ല ഞാനൊന്ന് മരിച്ച് മണ്ണടിഞ്ഞവൻ ഹരിച്ചു ഗുണിച്ച് ഗണിച്ച് വന്നിട്ട് കണക്കുകളൊക്കെ പിഴക്കുന്നല്ലടാ മരിച്ച് മണ്ണടിഞ്ഞവൻ ഹരിച്ചു ഗുണിച്ച് ഗണിച്ച് വന്നിട്ട് കണക്കുകളൊക്കെ പിഴക്കുന്നല്ലടാ പഠിച്ച് പാടം ഇനി ഒരിക്കലും ആകില്ല ഒരു ഭാരം പോയങ്ങ് ചാവുന്നതാണല്ലോ ഭേദം ഞാനൊക്കെ ചത്ത ആർക്കത് ഛേദം അവന്റെ കാര്യം ആയുസൊടുങ്ങുമ്പോൾ 1000 പേരും 1000 നാവുകൾ ആയുധമാകും അതിൽ ഞാനൊരു കാതികനാകും പവറിൽ ഇത് പുഷ് ചെയ്ത് വിടുമ്പോൾ എന്താണ് ശരിക്കും ആ സമയത്ത് അനുഭവിക്കുന്നതെന്ന് എനിക്ക് അറിഞ്ഞൂടാ. എന്താണ് ശരിക്കും ഉള്ളിൽ അപ്പോഴെന്താണ് എന്താ പറയാ കൂട്ടി വെച്ചൊരു സാധനമൊക്കെ പുറത്തു വന്നത് എനിക്കറിയില്ല എന്താ സംഭവം നമുക്കുള്ളിൽ ഒരുപാട് പെയിൻ ഉണ്ടല്ലോ അപ്പൊ നമ്മ ആരത്തും പറയാറില്ല വീട്ടിലെ അമ്മയുടെ പോലും പറയാറില്ല അതൊക്കെ പറയാണ്ട് പറയുന്നത് സ്റ്റേജില്ല ആ ഒരു പെയിൻ അഗ്രഷൻ എല്ലാം ഞാൻ എക്സ്പ്രസ് ചെയ്യുന്നത് സ്റ്റേജില്ല സോ ആ ഒരു സ്റ്റേജ് നമുക്കുള്ളൂ ഇതൊക്കെ പുറത്ത് കാണിക്കാനായിട്ട് അപ്പൊ ആ സ്റ്റേജിൽ അടിച്ചുവിടാ എന്തൊക്കെയോ കയറി വരുന്ന സമയത്ത്. അപ്പോൾ ഉച്ച കഴിഞ്ഞൊരു ഇന്റർവ്യൂവിൽ പറയുന്നുണ്ടായിരുന്നു 25 വർഷത്തോളം ഞാൻ അടക്കി വെച്ച കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ ദേഷ്യമൊക്കെ ഞാൻ ആ വേദിയിൽ പ്രകടിപ്പിച്ചു എന്ന് പറയുന്നുണ്ടായിരുന്നു. അത് നമുക്ക് വേദികൾ കിട്ടുക എന്ന് പറയുന്നത് ഒരു ഭാഗ്യമാണ്. പക്ഷെ ആ വേദി അങ്ങനെ ഉപയോഗിച്ചു എന്ന് പറയുന്ന കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. കാരണം എൻ്റെ പ്രതിഷേധം ഞാൻ കാണിക്കാൻ വേണ്ടി വെച്ചിരിക്കുകയായിരുന്നു. ഒരു വേദി കിട്ടിയപ്പോൾ ഞാൻ ശരിക്കും പുറത്തെടുത്തു എന്ന് പറയുന്നില്ലേ. വേറെ എങ്ങും ഞാൻ എക്സ്പ്രസ് ചെയ്യാറില്ല, ഒന്നും എക്സ്പ്രസ് ചെയ്യാറില്ല. അപ്പോൾ ഞാൻ ആർട്ട് വൈസ് ആണെങ്കിലും പേഴ്സണൽ കാര്യങ്ങളാണെങ്കിൽ എക്സ്പ്രസ് ചെയ്യാറില്ല. അപ്പോൾ ഞാൻ കറക്റ്റായിട്ടുള്ള സ്റ്റേജ് കിട്ടാൻ വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്തിരുന്നതാണ്. ഇതിനു മുമ്പും കുറച്ച് അവസരങ്ങളൊക്കെ വന്നിട്ടുണ്ടോ, പക്ഷെ എനിക്കത്ര ഇതല്ല എൻ്റെ പരിപാടി, ഇവിടെ അല്ല ഞാൻ പറയേണ്ടത് എന്നുള്ള സാധനം എനിക്കുണ്ടായിരുന്നു. അപ്പോൾ കറക്റ്റ് ഞാൻ ഉദ്ദേശിച്ച സാധനം കിട്ടുകയും ചെയ്ത് അപ്പോൾ എല്ലാം പറഞ്ഞ് ആ ഒരു ദേഷ്യം മൊത്തം തീർത്ത് അവിടെ പൊട്ടി തീർത്ത് പിന്നെ പയ്യെ കുറഞ്ഞ് അത്രയും ദേഷ്യമില്ല. എന്നുള്ളതൊക്കെ നമുക്ക് അല്ല പുലിക്ക് ദേഷ്യം കുറയാൻ പാടില്ല, പവർ കുറയും. അല്ല സ്റ്റേജിലുണ്ടാവും അല്ലേ, സ്റ്റേജിൽ കുറയല്ല, അത് ഒരിക്കലും കുറയാത്ത ദേഷ്യമുണ്ട്. ഈ എഴുതുന്ന സമയത്ത് ആണ് നമ്മൾ പൂർണ്ണമായിട്ട് ഈ പറയുന്ന ദേഷ്യങ്ങളൊക്കെ നമ്മൾ ഇതിനകത്ത് വെക്കുന്നു. അല്ലാതെ നമ്മൾ ഇത് റോഡിലിറങ്ങി കാണിക്കേണ്ടതല്ല ദേഷ്യം അല്ലേ? അങ്ങനെയാണ്. അങ്ങനെ എനിക്കങ്ങനെയാണ്. കാരണം ഞാനങ്ങനെ ചെയ്താൽ അതിന് തിരിച്ചു വരുന്ന കാര്യങ്ങളെ കുറിച്ച് ഞാൻ കുറച്ച് കോൺഷ്യസ് ആണ്. അപ്പം ഞാൻ ഭയങ്കര എനിക്കത് ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല. പാട്ടിലൂടെ പറയുമ്പോൾ കുഴപ്പമില്ല, ലൈക്ക് മനസ്സിലാവേണ്ടതൊക്കെ മനസ്സിലാവുകയും ചെയ്യുന്നുണ്ട്, അവർ പാട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. ലൈക്ക് നമുക്ക് ആർക്കെതിരെയാണ് പാടുന്നത് അവർ നമ്മുടെ പാട്ടൊക്കെ ഉണ്ട്, അത് വേറൊരു പരിപാടി. അതാണ് ശരിക്കും. ഞാൻ 1-2 വരിയും കൂടെ പറയാട്ടോ. മുഴുത്ത ചക്ക വീണപ്പോ ചത്ത മുയല് കൊമ്പുകൾ എനിക്കില്ല എന്ന് വെച്ചാൽ മുഴുത്ത ചക്ക വീണപ്പോ ചത്ത മുയല് കൊമ്പുകൾ എനിക്കില്ല. അത് കുറെ പേര് അഡ്രസ് ചെയ്യുന്നതാണ്. ഈ പിത്തത്തടിയിൽ കത്തി കയറിയാലും പൊട്ടിക്കരയില്ല. അത് ഒരു കറേജ് ആണല്ലേ ശരിക്കും. പിന്നെ മരിച്ച് മണ്ണടിഞ്ഞവന എന്ന് പറയുന്നുണ്ട് അല്ലേ. 1000 നാവുകൾ ആയുധമാകും അതിൽ ഞാനൊരു കാതികനാകും എന്ന് പറയുന്നുണ്ട്. പക്ഷെ അതിനകത്ത് എനിക്കൊരു സംശയമുണ്ട്. അതായത് രക്തസാക്ഷി എന്ന് പറയുന്ന കോൺസെപ്റ്റ് ആക്ച്വലി അതായത് മരിക്കുമ്പോൾ 1000 ആളായിട്ട് പുനർജനിക്കും എന്നുള്ളതാണ് രക്തസാക്ഷിയുടെ ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഈ രക്തസാക്ഷി കോൺസെപ്റ്റ് അതിനകത്തേക്ക് കടന്നുപോയോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. ഇല്ല, നമ്മൾ മരിച്ചു കഴിയുമ്പോൾ ആൾക്കാർ നമ്മളെ വീട് നല്ലത് പറയും എന്നുള്ള സംഭവമുള്ളൂ. അത്രേ ഉള്ളൂ. അല്ലാതെ ഞാൻ 1000 ആയിട്ട് അത് ഉദ്ദേശിച്ചില്ല. 1000 പേര് ഉയരുന്നു. ഒരാൾ മരിച്ചു കഴിഞ്ഞാലുള്ള പരിപാടി പേഴ്സണൽ കാര്യങ്ങൾ അത്രയും പൊളിറ്റിക്സ് ഞാൻ അതിൽ പറയാൻ ശ്രമിച്ചിട്ടില്ല. തികച്ചും വ്യക്തിപരമായിട്ടുള്ള സംഭവമാണ്. ഞാൻ മരിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ കുറെ പേര് നല്ലൊരു വ്യക്തിയായിരുന്നു എന്നൊക്കെ പറയും. പക്ഷെ നമ്മൾ ജീവിച്ചിരിക്കുന്ന നമ്മളെ ആരോഗ്യം പറയില്ലത്. അത്രേ ഉള്ളൂ. സ്ഥിരമാണ്. സ്ഥിരമാണ്. എല്ലാവരും പറയുന്ന കാര്യങ്ങൾ തന്നെ കലാഭവനിയൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇതിനു മുമ്പ്, ഞാനും പറഞ്ഞെന്നുള്ളൂ. അത്രയും
അത്രയും പൊളിറ്റിക്കലായിട്ട് ചിന്തിച്ചില്ല ഞാൻ ആ പാട്ട് എഴുതുമ്പോൾ. ഞാൻ കൂടുതൽ അത്രയും ഇത് പാട്ടിൽ ഇങ്ങനെ ചേർക്കാറില്ല. ലൈക്ക് പേഴ്സണൽ പറയാ, കുറച്ച് പൊളിറ്റിക്സ് പറയാ. കാരണം പൊളിറ്റിക്കലായിട്ട് നോളജ് കുറവാണ് എനിക്ക് അങ്ങനെ തോന്നുന്നത്. അപ്പൊ നോളജ് വന്നു കഴിഞ്ഞിട്ട് അതിനെ പറ്റി സംസാരിക്കാം. അപ്പൊ അവിടെ ഇവിടെ മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല, മൊത്തം പറയണം നമ്മ. സോ ആ നോളജ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കാനുള്ള പരിപാടിയാണ് ഇപ്പൊ ചെയ്യുന്നത്. അറിയാവുന്ന പൊളിറ്റിക്സ് കുറച്ച് പറയാ, കുറെ അറിയാമെങ്കിൽ കുറെ പറയാ. അങ്ങനെയാണ് അപ്പൊ പരിപാടി പോകുന്നത്. പിത്തത്തടി അഡ്രസ് ചെയ്യുന്നത് ശരിക്കും ബോഡി ഷെയിം പരിപാടി തന്നെ. അതിനെതിരായിട്ടുള്ളൊരു അതും പിന്നെ കത്തികരലും പൊട്ടി ലൈക്ക് മരിച്ചാലും കുഴപ്പമില്ല എനിക്ക് എന്നുള്ള ചിന്ത ആ സമയത്ത്. ഇങ്ങനെ കൊന്നാലും കുഴപ്പമില്ല, ഞാൻ സൂയിസൈഡ് എനിക്ക് കുഴപ്പമില്ല, ഓൾറെഡി മരിച്ചു കഴിഞ്ഞല്ലോ ഉള്ളില്, എനിക്ക് ഇതൊരു ശരീരം മാത്രം എന്നുള്ള ചിന്ത. ഓൾറെഡി മരിച്ചു കഴിഞ്ഞല്ലോ എന്ന് പറയുമ്പോൾ ആത്മാവ് മരിച്ചു എന്നുള്ളതാണ്. പേഴ്സണലി ഞാൻ ആ ഒരു സാധനമായി മരിച്ചു, ഇപ്പോൾ ബോഡി മാത്രമോ ആത്മാവില്ല എന്നുള്ള ചിന്ത ആ സമയത്ത് ഉണ്ടായിരുന്നു. വേടൻ ഒരാളെ അപ്ലിഫ്റ്റ് ചെയ്യുമ്പോൾ അതിനൊരു പ്രാധാന്യം കേരളത്തിലുണ്ട്. ആ സീനിലേക്ക് വരുമ്പോൾ ഒരു സന്തോഷമല്ലേ? വേടനെ പോലെ ഒരാൾ കൈപിടിച്ച് കയറ്റുക എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മുടെ സീൻ കുറച്ചൊന്ന് മാറിയില്ലേ? അതിനെങ്ങനെയാണ് നോക്കിക്കാണുന്നത്? സന്തോഷത്തേക്കുള്ള ഉത്തരവാദിത്വം. ലൈക്ക് നമുക്ക് ഒരുപാട് പുള്ളി എന്താ പറയണത് നമുക്കറിയാലോ, വ്യക്തമായിട്ട് അറിയാലോ. സോ ഉത്തരവാദിത്വമാണ് കൂടുതലുണ്ടായത് സന്തോഷത്തേക്കുള്ളൂ. കാരണം ആ സമയത്ത് ഞാൻ ആകെ ഡൗൺ ആയിരിക്കുന്ന സമയത്താണ് ഇങ്ങനെ വന്നപ്പോഴും എനിക്കത് എൻജോയ് ചെയ്യാൻ പറ്റുള്ള. ലൈക്ക് മെൻ്റലി ഭയങ്കര സീനായിരിക്കുന്ന സമയത്തായിരുന്നു ചെയ്ത കാരണം എല്ലാം നടക്കുന്നുണ്ട്, സ്റ്റേജ് കിട്ടി, ഓക്കെ ആ ഒരു എക്സൈറ്റ്മെന്റും പരിപാടിയൊന്നും ഇല്ല. ആകെയുള്ള ഈ ഉത്തരവാദിത്വം സൂക്ഷിച്ച് നിൽക്കണം. ലൈക്ക് നമ്മൾ പറയണ ഓരോ വാക്കും ശ്രദ്ധിക്കുക ആൾക്കാരുണ്ട്. സോ നോക്കിയും കണ്ടൊക്കെ നിൽക്കണമുള്ള ചിന്തകളായിരുന്നു കൂടുതലും. അതായിരുന്നു അത് കൂടുതലും. പിന്നെ സന്തോഷത്തിനേക്കാളും കൂടുതലും അതായിരുന്നു. ഇത് കണ്ടപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നുന്നത് ഞാനിപ്പോൾ വേണ്ട സ്ഥാനത്ത് ഞാനാണെങ്കിൽ ഞാൻ ചെയ്യേണ്ട കാര്യമാണിത്. സോ വലിയ പരിപാടിയൊന്നുമല്ല, ഞാനിതേ ചെയ്യുള്ളൂ. സോ അത്രേ ഉള്ളൂ എന്നുള്ളൊരു ചിന്ത. അല്ലാണ്ട് ഞാൻ കുറെ പേരെങ്ങനെ നല്ല ആർട്ടിസ്റ്റുകളെ കാണുമ്പോൾ നമ്മൾ ചെയ്യണ പരിപാടികളാ ഇതിപ്പോ പുള്ളി ചെയ്തു, ഞാനാണെങ്കിൽ അത് ചെയ്യും, അത്രേ ഉള്ളൂ. അത്രേ ഉള്ളൂ. അതിന് വലിയ എക്സൈറ്റ്മെന്റ്സ് ഒന്നും ഇല്ല. അത് തന്നെ നമ്മൾ ചെയ്യേണ്ട കാര്യമാണ് ഇത്. ഉത്തരവാദിത്തമാണ്. ഇതാണ് നമ്മൾ ചെയ്യേണ്ട പരിപാടി. അല്ലാണ്ട് സ്വന്തം കാര്യം മാത്രം നോക്കലല്ല. നമുക്ക് പറയാൻ കുറെ പേരുണ്ട്, അവരെ പറയിപ്പിക്കുക എന്നുള്ള സംഭവം അത്രേ ഉള്ളൂ. ഈ സീനിൽ നിൽക്കുന്നതിൽ വേടൻ കുറച്ചുകൂടെ പൊളിറ്റിക്കലായിട്ട് കാര്യം കൂടുതൽ പറയുന്ന ഒരാളാണ്. അപ്പം എനിക്ക് കൂടുതൽ കണക്ട് ആയത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വേടൻ്റെ പൊളിറ്റിക്സ് പറച്ചിലുണ്ട്, തുറന്നു പറയാനുള്ള ധൈര്യമുണ്ട്. ഇതില്ലെങ്കിൽ ഞാൻ പറയും എന്ന് പറയുന്നൊരു സീനുണ്ട്. ഇപ്പുറത്ത് പോയി സിനിമയുടെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴും പോപ്പുലാരിറ്റി വരുമ്പോഴും ഒക്കെയും വേടൻ പറയേണ്ട കാര്യങ്ങളൊക്കെ ഒരു സൈഡ് പറയുന്നുണ്ട്. അതിനെങ്ങനെയാണ് നോക്കിക്കാണുന്നത്? പുലി എങ്ങനെയാണ് ഇതിനെ കാണുന്നതെന്നുള്ളതാണ്. ആ പറശ്ശിയിലാണ് ഞാൻ ഉണ്ടായത്, അത്രേ ഉള്ളൂ. ലൈക്ക് നരബലി എന്ന് പറഞ്ഞ സിനിമയിൽ ഒരു പാട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ പുള്ളിനെ അങ്ങനെ തന്നെ കാണണമായിരുന്നു. നമുക്ക് ഒരാൾ പറയേണ്ടത്. അപ്പൊ നരബലി പാട്ടിറങ്ങി ഇപ്പൊ ഫേസ്ബുക്കിൽ ആരും എന്തോ കമന്റ് ഇട്ട് ഇവന്റെ രൂപം കണ്ടറിയാ ഇവന് ഇതാണെന്ന്. എനിക്ക് ഭയങ്കര ട്രിഗറിങ് ആയിരുന്നു. ഓ ഞാനും പറയാം, പുള്ളിനെ കുറിച്ച് അങ്ങനെ ഞാനും പറയാം. ആ ഒരു കൂട് അപ്പൊ കിട്ടിയത് അത് ഞാൻ പുള്ളിയെടുത്ത് പറഞ്ഞിട്ടില്ല. അത് ഞാൻ കുറച്ചധികം സംസാരിക്കാറില്ല കുറെ ഒന്നും, കണ്ണുകളിലൂടെ എത്തണം, ഇത്രേ ഉള്ളൂ. അറിയാം നമുക്കുള്ളിൽ എന്താണെന്നുള്ളത്, പറയാനുള്ള കാര്യങ്ങൾ. മന്ദാരം അത് കുറച്ച് കൂടുതൽ യങ്സ്റ്റേഴ്സിനെ, പിന്നെ ശരിക്കും എനിക്ക് തോന്നുന്നു പുലിക്കും കൂടുതൽ ഇമോഷണലി കണക്ട് ആയിട്ടുള്ള ഒരു സാധനമാണ് മന്ദാരം ശരിക്കും ഉണ്ടായത് എന്തുകൊണ്ടാണ്? ഒരു ലിമിറ്റ് കഴിയുമ്പോ ലൈക്ക് ഞാൻ ജീവിച്ചു വന്നത് ഒറ്റയ്ക്ക് തന്നെ ആയിരുന്നു. എനിക്കറിയില്ലായിരുന്നു. നമ്മളെ ഭയങ്കരമായിട്ട് സ്നേഹിക്കുന്ന കൂട്ടുകാർ വന്ന് ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞാൽ ഇതാണ് സംഭവം. നമ്മൾ ഉള്ളം കയ്യിലൊക്കെ വെച്ച് കൊണ്ടുനടക്കുന്ന കുറേ കൂട്ടുകാർ. അപ്പോൾ ഇങ്ങനെയൊക്കെ കൂട്ടുകാരുണ്ടാവില്ല എന്നൊരു ചിന്ത വന്ന്. ഒരു ലിമിറ്റ് കഴിഞ്ഞപ്പോൾ ഒരു സ്പേസ് വരുമല്ലോ എല്ലാവരും. അതെനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. ലൈക്ക് പിന്നെ ഞാൻ ഒറ്റക്കായി. ലൈക്ക് ഇവിടെ ഇരുന്നാൽ കുഴപ്പമില്ല, നമ്മളിങ്ങനെ ആക്കിയിട്ട് അവിടെ നിന്ന് ഇട്ട് അത് സീനായിരുന്നു. അത് ആ പാട്ട് എഴുതിയില്ലെങ്കിൽ തല പൊട്ടിത്തെറിക്കുന്നുള്ള സീനൊക്കെ ആയി. ഭയങ്കരമായിട്ട് പ്രശ്നമായിരുന്നു സമയത്ത്. എങ്ങനെ എഴുതി ഞാൻ പിന്നെ അത് എഴുതി കഴിഞ്ഞപ്പോൾ ഓർത്തത് ഇതൊക്കെ ആൾക്കാർ കേട്ട, ഞാൻ എഴുതിയ കൂട്ടുകാർ കേട്ടാൽ അവരെന്നെ പറ്റി എന്ത് ചിന്തിക്കും, അവർക്ക് എന്നെ ഭയങ്കര ഇഷ്ടമാണ്. ഞാനിങ്ങനെ എഴുതുമ്പോൾ അവർക്ക് ബുദ്ധിമുട്ടാവുന്നൊക്കെ എഴുതി കഴിഞ്ഞപ്പോൾ ചിന്തിച്ച് പിന്നെ പാട്ടായിട്ട് കണ്ടോളും അടിച്ചു കിട്ടി. അത് എഴുതി കഴിഞ്ഞപ്പോൾ സാറ്റിസ്ഫൈങ് ആയിരുന്നു. ഉള്ളിൽ വെച്ചോണ്ടിരിക്കണല്ലോ, പറഞ്ഞല്ലോ എന്നുള്ളതാണ് വരുന്നത്. കുഴപ്പമില്ല, അവരങ്ങനെ ഉണ്ടായി. അതിൽ ഒരു തരം കൂട്ട് മാത്രമാണ്, അത് ഫ്രണ്ട്ഷിപ്പ് മാത്രമല്ല കൈകാര്യം ചെയ്തിരിക്കുന്നതാണ് എനിക്ക് തോന്നിയത്. ഇപ്പം നീ പൊടി എന്നുള്ള അർത്ഥത്തിലും പറയുന്നുണ്ട് അതിനകത്ത്. അപ്പം ഈ രണ്ട് തരം റിലേഷൻസും അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പും ഒപ്പം ഫ്രണ്ട്ഷിപ്പും ഒക്കെ ഇതിനകത്ത് കൈകാര്യം ചെയ്യുന്നത്. രണ്ടിലും ഒരേ സമയം വീഴ്ച പറ്റിയതാണോ അതേ ഒരു വീഴ്ചയിൽ ഇവരൊക്കെ കൂടെ നിൽക്കാത്തതാണോ? പേഴ്സണലി ഈ പരിപാടിയിൽ വീഴ്ച പറ്റിയ റിലേഷൻഷിപ്പ് ആയിരുന്നില്ല അത്. ലൈക്ക് ഫസ്റ്റ് ടൈം അങ്ങനെ പോയി ആ സംസാരമൊക്കെ വന്നത്. എനിക്കങ്ങനെ ഒരു ഇമോഷൻ വന്നു, ഭയങ്കരമായിട്ട് പ്രണയം വന്നു. എനിക്കത് ശരിയല്ലെന്ന് തോന്നി. ആ ഒരു സൗഹൃദം നശിപ്പിക്കണമെന്ന് തോന്നി. ഞാൻ പിന്നെ ഗ്യാപ്പ് ഇട്ട് സംസാരിക്കാണ്ടിരുന്നു. അങ്ങനെ ഒരു ഗ്യാപ്പ് ഇട്ട് ആ ഗ്യാപ്പ് എനിക്ക് പക്ഷേ ഇതായിരുന്നു. ഭയങ്കരമായിട്ട് പ്രണയമുണ്ട്, അത് വേണമെന്നുള്ള ചിന്തയുണ്ട്.
രണ്ടും കൂടി ക്ലാഷ് ആയപ്പോൾ എന്തുകൊണ്ട് അങ്ങനെ ഗ്യാപ്പ് ഇടാനൊക്കെ തീരുമാനിച്ചു? എനിക്ക് അറിയില്ല, എന്തോ അത് ശരിയുള്ള പരിപാടിയല്ലെന്ന് തോന്നി. നമുക്ക് ഇങ്ങനെ ശീലമില്ല. ഫസ്റ്റ് ടൈം ഇങ്ങനെയൊക്കെ ഇമോഷൻ നോക്കിയപ്പോൾ ശരിയല്ല ഇത്. അത്ര നല്ലൊരു സൗഹൃദം ഓർന്നത് അത് നശിപ്പിക്കരുന്നുണ്ടായിരുന്നു എനിക്ക്. അപ്പം അതുകൊണ്ട് ഞാൻ അങ്ങനെ അകന്ന് നിന്നപ്പോൾ അത് എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റിയില്ല. അപ്പം അതുവഴി ഞാൻ സൗഹൃദത്തിൽ നിന്ന് സാധാരണ കൂട്ടുകാരിൽ നിന്ന് അകന്ന് ഇതുകൊണ്ട് മാത്രം. അതാണ് റീസൺ ആയത്. റീസൺ ആയത്. ലൈക്ക് അപ്പോഴാണ് ഞാൻ റിയലൈസ് ചെയ്യുന്നത് എനിക്ക് ഇത്രയും പെയിൻ ഉണ്ടായിരുന്നു, ഞാനിങ്ങനെയൊക്കെ ആയിരുന്നു എന്നുള്ള ചിന്തകൾ അപ്പോഴേ റിയലൈസ്. അതിനു മുമ്പൊക്കെ നമ്മൾ കൂട്ടുകാരായിട്ട് ചില്ലടിച്ചടക്കുക, അങ്ങനെ സംസാരിക്കുക, ആ ഒരു ഇതായിരുന്നു. ക്ലാസ് കട്ട് ചെയ്യുക, ആ മറ്റേ സാമ്പത്തിക പ്രശ്നങ്ങളൊന്നും ബോധേടല്ല, അമ്മ നോക്കിക്കോളും എന്നുള്ള ചിന്തയായിരുന്നു. പിന്നെ മനസ്സിലായത് ഇത്രയും പെയിൻ എനിക്കുള്ളിൽ ഉണ്ടായിരുന്നിട്ട് ഞാൻ അത് കാണാൻ നടന്നു എന്നുള്ള സാധനമൊക്കെ റിയലൈസ് ചെയ്യുന്നത് ആ പെയിൻ വന്നപ്പോഴാണ്. ഞാൻ അതിനെ കാണുന്നത് ഒരു എല്ലാം ഇങ്ങനെ ഒരു ബലൂൺ പോലെ കുത്തി നിറച്ചിട്ട് ഈ ഒരു ഇത് വന്നപ്പോൾ കുത്തിപ്പൊട്ടിച്ച് എല്ലാം പുറത്ത് വന്നു. അങ്ങനെ അതിനെ കാണുന്നത്. ഈ കുത്തിപ്പൊട്ടിക്കൽ എന്ന് പറഞ്ഞാൽ നമ്മൾ എഴുതി കഴിഞ്ഞപ്പോൾ ഉള്ള പ്രോസസ്സിനെയാണോ ഉദ്ദേശിച്ചത്? എഴുതുന്നതിന് മുമ്പ്. അപ്പോഴാണ് തിരിച്ചറിയണം ഇത്ര ഉണ്ടായിരുന്നു എൻ്റെ ഉള്ളിൽ എന്നുള്ളത്. ഇതിനുള്ളിലുണ്ടായിരുന്നത് ഞാൻ അറിഞ്ഞില്ല. ഇങ്ങനെ ഒരു ഇമോഷൻ സാധനം വന്നപ്പോൾ ഞാൻ അറിഞ്ഞു. ഞാൻ എൻ്റെ ഒരു പേഴ്സണലായിട്ട് അല്ല ഞാൻ എഴുതുന്നത്. ഞാനൊന്നും ആരെയും നോക്കി പൊടിയെന്നൊന്നും പറയില്ല. പക്ഷെ എഴുതുമ്പോൾ അങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് വന്നതാ. ഞാൻ പറയാൻ ചെയ്തു ഇങ്ങനെയാണ് എഴുതിയേക്കണത്, ബുദ്ധിമുട്ടാണെങ്കിൽ ക്ഷമിക്കണം എന്നൊക്കെ പറഞ്ഞു. എല്ലാം നമ്മൾ തുറന്നു പറഞ്ഞു എല്ലായിടത്തും. കൂട്ടുകാരത്തും പറഞ്ഞു പറഞ്ഞു ഇങ്ങനെ നിങ്ങളെ പറ്റി എഴുതിയേക്കണത്. അവരങ്ങനെയാണ് കാണുന്നത്, കുഴപ്പമില്ല. അത് നല്ലതല്ലേ? അതെ, അത് നല്ലതാ. അങ്ങനെ പാട്ടിലൂടെ പറയാ. കമ്മ്യൂണിക്കേഷനാണ് മെയിൻ. കമ്മ്യൂണിക്കേഷൻ ഇല്ലാത്തതിന്റെ പ്രശ്നമാണ് എനിക്ക്. അപ്പോഴത് തിരിച്ചറിഞ്ഞു ഞാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാത്തതിന്റെ പ്രശ്നമായിരുന്നു എനിക്കെന്നുള്ളത്. ഈ അടുത്ത് നമ്മുടെ ഡോക്യുമെന്ററി പരിപാടി ഉണ്ടായിരുന്നു കറുപ്പിൻ്റെ. അപ്പം അതിൽ അമ്മയും അനിയനൊക്കെ പറയണത് ഞാനൊന്നും വീട്ടിൽ പറയാറില്ല, സംസാരിക്കാറില്ല. അപ്പം ഞാനെപ്പോഴും ഓർക്കണേ ശരിയാണല്ലോ, ഞാൻ അമ്മയടുത്ത് സംസാരിക്കാറില്ല, അനിയനടുത്ത് സംസാരിക്കാറില്ല. അതൊക്കെ തിരിച്ചറിഞ്ഞത് ഇപ്പോഴാണ്. അപ്പോൾ ഞാൻ കുറച്ച് കമ്മ്യൂണിക്കേഷൻ കൂട്ടാൻ നോക്കിയത്. ഇങ്ങനെ വേണ്ടിയില്ല കാട് കുട്ടിയാടാ സുഖം പറഞ്ഞു. ഗബ്രി ശരിക്കും ഇത് പാടിക്കഴിഞ്ഞപ്പോൾ ആൾക്കാരുടെ അടുത്തെത്തുമ്പോൾ ഇത് പല രീതിയിലാണ് അവർക്ക് കണക്ട് ആയിട്ടുള്ളത്. പല രീതിയിലുള്ള റെസ്പോൺസാണ്. ഭയങ്കര സങ്കടം വന്ന് ആൾക്കാർ സംസാരിക്കും, ചിലർക്ക് പ്രതിഷേധത്തിൽ സംസാരിക്കും, ചിലർക്ക് തേപ്പ് കിട്ടിയെന്നുള്ള അർത്ഥത്തിൽ സംസാരിക്കും. ഇങ്ങനെ പല ആംഗിളിലാണ് അവർ എടുത്തിട്ടുള്ളത്. ആ കമ്മ്യൂണിക്കേഷൻ്റെ ടോട്ടൽ കേൾക്കുമ്പോൾ എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ഗബ്രി എഴുതിയെന്ന് ഗബ്രിക്ക് തന്നെ തോന്നും. ഗബ്രിയുടെ പേഴ്സണലായിട്ടാണ് കൈകാര്യം ചെയ്തതെങ്കിൽ പോലും ഇതൊരു വൈഡർ ഓഡിയൻസിനെ ഉണ്ടാക്കിയിട്ടുണ്ട്, അവരുടെയൊക്കെ റെസ്പോൺസ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ റെസ്പോൺസ് കേൾക്കുമ്പോൾ നമ്മൾ ചെയ്ത കാര്യം കുറച്ചുകൂടെ കൊള്ളാലോ എന്ന് പറയാൻ നമുക്ക് തോന്നില്ലേ? എന്താണ് അവരുടെ റെസ്പോൺസ് വന്നപ്പോൾ എന്താണ്? അതെ അതെ, അവരും തോന്നി ഞാൻ എൻ്റെ ജീവിതം മൊത്തം ആ പാട്ടിലൂടെ കണ്ടു. ഓക്കെ, പക്ഷെ നിങ്ങളുടെ ജീവിതം അല്ല എൻ്റെ ജീവിതം എന്നുള്ള സാധനം എൻ്റെ ഉള്ളിലുണ്ട്. ഓക്കെ, കണക്ട് ആയില്ല എന്നുള്ള സാധനം. കുറെ പേര് അങ്ങനെ പറയുന്നുണ്ട്. എനിക്ക് പറയാനുള്ള കാര്യങ്ങളാ താങ്കൾ പറഞ്ഞതെന്നൊക്കെ പറയുമ്പോൾ ഓക്കെ ശരിയാ. അപ്പോൾ പറയാൻ ഞാൻ പറയാം അപ്പോൾ അങ്ങനെ നീ തുറന്നു പറയാൻ ശ്രമിക്കുക, പരമാവധി കാര്യങ്ങൾ ഉള്ളിൽ വെക്കാണ്ടിരിക്കുക. അതാണ് മെയിൻ പരിപാടി. ഉള്ളിൽ വെക്കുമ്പോഴാണ് ഇങ്ങനെ പ്രശ്നമാണത്. തുറന്നു പോയാൽ കൂൾ അവിടെ കഴിഞ്ഞത്. വ്യത്യാസങ്ങളുണ്ടാവും, അവരുടെ ജീവിതം വ്യത്യാസം, എൻ്റെ ജീവിതം വ്യത്യാസമുള്ള ആ വ്യത്യാസം ഉണ്ടാവും. അത് ഞാൻ സംസാരിക്കാറില്ല, അത് നമുക്ക് ഉള്ളിൽ തന്നെ ശരി അങ്ങനെയാണ്. ഈ മന്ദാരത്തെക്കുറിച്ച് കൂടുതൽ സംസാരിക്കാനുണ്ട്. അത് നമ്മൾ അടുത്ത ഘട്ടത്തിൽ മന്ദാരം കുറച്ചൊന്ന് ഡീകോഡ് ചെയ്ത് തരണമെന്നാണ് എൻ്റെ ഒരു ആവശ്യം. അതിന് മുമ്പ് ഈ കുരുതി കുറച്ചുകൂടെ സിമ്പിളായിരുന്നു. കുരുതി പറയാൻ ശ്രമിക്കുന്ന ആശയം എല്ലാവർക്കും മനസ്സിലാവുന്നതാണ്. ആ കുരുതി കൊടുക്കൽ എന്താണെന്ന് വരെ അറിയാം. എനിക്ക് അതിന്റെ കവറും ഇഷ്ടപ്പെട്ടു കേട്ടോ. ആടിന്റെ ഫോട്ടോ വെച്ചത് അതെന്താണെന്നുള്ളത് പറയാട്ടോ. ശരിക്കും ആടിന്റെ ഫോട്ടോ വെച്ചത് എന്തുകൊണ്ടാ? അത് എനിക്കത് ഇഷ്ടമായില്ല. അത് പറഞ്ഞു, കാരണം ഒരു സ്പൂൺ ഫീഡിങ് പോലെ ആവൂലേ, നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം കറക്റ്റ് ആയിട്ട് അതിലുണ്ട്. അപ്പൊ ഇന്നതന്ന് സ്പൂൺ ഫീഡിങ് പോലെ ആവുന്ന ഞാൻ പറഞ്ഞപ്പോ പറഞ്ഞേ കുഴപ്പമില്ല. പിന്നെ മനസ്സിലായത് അതുപോലെ ആൾക്കാർക്ക് മനസ്സിലായില്ല. സ്പൂൺ ഫീഡിങ് അല്ല. പക്ഷെ അത് സ്പൂൺ ഫീഡിങ് ആയിരുന്നു. ഗബ്രിയുടെ പാട്ടുകൾ എടുത്ത് നോക്കുമ്പോൾ ഏറ്റവും ലളിതമായിട്ടുള്ള പാട്ട് കുരുതിയാണ്. കുരുതി സ്ട്രൈറ്റ് ആയിട്ട് കാര്യം പറഞ്ഞിട്ടുണ്ട്. ഇതാണ് കുരുതി, ഇത് കുരുതി കൊടുക്കലാണ്, ഇത് തന്നെയാണ്. ഇത് ആരാണ് ചെയ്യുന്നതെന്ന് വരെ അതിനകത്ത് പറയുന്നുണ്ട്. എന്റെ ലാസ്റ്റ് വരി ഒഴിച്ച് ബാക്കി എല്ലാം എനിക്ക് മനസ്സിലായി. ലാസ്റ്റ് വരി പറഞ്ഞു തരണം കേട്ടോ. ലാസ്റ്റ് വരി ഞാൻ പറയാം. കുരുതി ശരിക്കും ഇത് ആയിട്ടും ഈ യങ്സ്റ്റേഴ്സിന് ഇത് മനസ്സിലായില്ല എന്ന് പറയുമ്പോൾ, അത് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ എനിക്ക് അതിനകത്ത് ചെറിയൊരു എന്താണ് നമ്മുടെ സീൻ മാറിയില്ലേ? എനിക്ക് മനസ്സിലാവുള്ളൂ എന്താണ്. അത്രയും സിമ്പിളാ. പത്തരമാറ്റിൽ പൊതിഞ്ഞു എന്ന് പറയാൻ തന്നെ പത്തരമാറ്റിൽ പൊതിഞ്ഞു എന്ന് പറഞ്ഞാൽ പിന്നെ അതിനൊന്നുമില്ല. അതൊരു പരസ്യവാചകം പോലെയാണ്. ഉത്തമ പുത്രനെ കെട്ടിച്ചു കൊടുത്തു. ലൈക്ക് എന്തു പറയാ? കുരുതി ഒന്ന് പാടും. പത്തരമാറ്റിൽ പൊതിഞ്ഞു, രക്ഷകൻ അവന്റെ കടമയൊഴിഞ്ഞു, ഉത്തമ പുത്രനെ കൊട്ടിച്ചു കൊടുത്തു. ഉത്തരം വാ ദിത്യമൊഴിഞ്ഞു, ഉത്തരമില്ലാത്ത ചോദ്യം അവൾ എന്തിന് ഉത്തരത്തിൽ ഒടുങ്ങി.
പത്രവാർത്തയിലെ ചരമകോളത്തിൽ അവളെ തളച്ചു മടങ്ങി. കൊടുത്ത പൊന്നിനും പണത്തിനുമുള്ള വില ഇടിഞ്ഞു തുടങ്ങി. എടുത്ത തീരുമാനം കൊണ്ട് അടച്ച കണ്ണുകൾ തുറന്നു കലങ്ങി. ആ കണ്ണുകൾ തന്നെ കലങ്ങി എന്ന് പറയുന്നിടത്ത് എല്ലാവർക്കും മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ ഇത് ആര് ചെയ്ത പ്രവൃത്തിയാണെന്നുള്ളതും ഇതിനകത്ത് വില്ലൻ ആരാണെന്നുള്ളതും ഗബ്രി അതിനകത്ത് പറയുന്നുണ്ട്. പിന്നെയും ഇത് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടി വരുന്നത് കുറച്ചൊരു ബുദ്ധിമുട്ടാണ്. പക്ഷെ നമ്മുടെ ജോലി അതാണ്. അങ്ങനെ തന്നെ അതിനെ കാണണം. അത്രേ ഉള്ളൂ. അറിയില്ലെങ്കിൽ പറഞ്ഞു കൊടുക്കുക എന്നുള്ള പരിപാടിയേ ഉള്ളൂ. നിരന്തരമായി നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. ഇപ്പൊ അതേ പറ്റുള്ളൂ. ഇപ്പൊ എനിക്ക് തോന്നുന്നത് ഇപ്പോഴും അത്ര ഇങ്ങനെ കേൾക്കുന്ന ആൾക്കാർ വന്നിട്ടില്ല പിള്ളേര്. നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കുക. ഇപ്പൊ തന്നെ ഒരു 10-12 വയസ്സുള്ള കൊച്ച് മന്ദാരം പാടി ഇട്ടുണ്ട്. അവന്റെ ചേച്ചി അടുത്ത് പറഞ്ഞ് എനിക്ക് മനസ്സിലാവും ആ സമയത്ത് ഗബ്രി കടന്നു പോയാൽ എന്താന്ന് എനിക്ക് മനസ്സിലാവുണ്ടെന്നൊക്കെ പറഞ്ഞു. ആ കൊച്ചിന് മനസ്സിലായിട്ട് അപ്പൊ ഓരോ ഇതനുസരിച്ചിരിക്കും എങ്ങനെ നമ്മളെ പാട്ട് കേൾക്കണം എന്നുള്ളത് ഇതനുസരിച്ചിരിക്കും. പ്രായമല്ല പ്രശ്നം, ചിന്താഗതിയാണ് പ്രശ്നം എന്നുള്ളത്. അങ്ങനെ കാണാൻ ശ്രമിക്കുള്ളൂ ഞാനത്. അല്ല അപ്പൊ അത് പോസിറ്റീവാണ്. അത് പോസിറ്റീവാണ്. കാരണം നമ്മൾ ഈ വിചാരിക്കും പോലെ 1000 പേരിൽ നിന്ന് ഒരാൾ കേൾക്കുന്നുണ്ടല്ലോ അത് മതി. പിന്നെ അങ്ങനെ ഒരാളുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. അത് മതി എന്നുള്ളത്. ഓരോ സമയത്ത് ഓരോ പുലികൾ. അതെ, നമുക്കിപ്പോ കുറെ പുലികൾ വേണം കേട്ടോ. ഒരു കരിമ്പുലി തുടങ്ങിയിട്ടുള്ളൂ. ഇത് 1% വരും. ഇനി കുറെ പുലികൾ വരാനുണ്ട്. ഞാൻ പറഞ്ഞില്ലേ അതിനകത്ത് അവസാനത്തെ ഒരു സാധനത്തിനകത്ത് എനിക്ക് മനസ്സിലായി, വില്ലനെയൊക്കെ മനസ്സിലായി അതിനകത്ത്. പക്ഷെ അതിനകത്ത് എന്ന് വെച്ചാൽ കാര്യം കുടുംബത്തിലെ അംഗം എങ്കിലും കുടുംബകലഹം അംഗം തമ്മിൽ കൂടുമ്പോ കണ്ടില്ല ഇമ്പം പുകില് തങ്കത്തിനോട് കമ്പം. ആ തങ്കത്തിനോടെന്ന് പറയുന്ന ആഭരണമാണോ? ഓ അതാണ് സ്ത്രീധനം എന്നുള്ള പരിപാടി. ഞാൻ വിചാരിച്ചു വേറൊരു ട്വിസ്റ്റ് ഉണ്ടെന്ന് അതിനകത്ത്. വേറെ ഏതോ തങ്കത്തിനോട് അവന് കമ്പം തോന്നിയിട്ടാണ്. മനസ്സിലായില്ലേ മനുഷ്യൻ എങ്ങനെ സീൻ മാറി. അത് ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. ഇതാ തന്നെ കാര്യം കുടുംബത്തിലെ അംഗം കുടുംബകലഹ അംഗം മറ്റേ അംഗം വിട്ട് എന്നെ ട്രോളാണല്ലോ കിട്ടിയില്ല. അല്ല ഇത് അല്ല അങ്ങനെയല്ല. ഞാനും പാട്ടുകൾ കേൾക്കുമ്പോ ചില വരികളൊന്നും എനിക്ക് മനസ്സിലാകാറില്ല. ഇപ്പൊ സോഷ്യൽ ക്രിമിനലിന് കോൺക്രീറ്റ് വനത്തിനോരത്തിൽ നിന്ന് പരിപാടി ഞാൻ കേട്ടിരുന്നത് ഒരിറ്റ് വനത്തിനോരത്തിൽ നിന്നാണ്. സോ അങ്ങനെ നമുക്ക് ഇത് പറ്റാം. എഴുതിയ ആള് പറയുമ്പോ നമുക്ക് മനസ്സിലാവുള്ളൂ. അതൊക്കെ ചിലത് നമ്മ ചിന്തിക്കുന്ന പോലെ ആയിരിക്കില്ല അവർ ചിന്തിക്കുന്നത്. സോ നമുക്ക് മിസ്റ്റേക്കുകൾ പറ്റാം. കുഴപ്പമൊന്നുമില്ല എന്നുള്ള പരിപാടി. ഇതിങ്ങനെ ചിന്തിക്കും ഞാൻ വിചാരിച്ചു. അല്ലേ, എനിക്ക് 2 അർത്ഥത്തിൽ ഞാൻ വിചാരിച്ചു. പക്ഷേ ഗബ്രി ഒരു ട്വിസ്റ്റ് വെച്ചിട്ടുണ്ടോ, അവസാനം കൊണ്ടുവന്നിട്ട് ട്വിസ്റ്റ് വെച്ചതാണോ എന്ന് എനിക്കൊരു സംശയം. അതും വന്നതാണല്ലോ ഇതിൽ. കാരണം അറിയോ, തുടക്കത്തിൽ പത്രവാർത്തയിൽ എന്തായിരുന്നു അവള് മരിച്ചതിന് കാരണം എന്നുള്ളത് അറിഞ്ഞുകൂടാ എന്നുള്ളത് പറയുന്നുണ്ട്. അപ്പം എന്താണെന്ന് അറിഞ്ഞുകൂടാ കാരണം എന്നുള്ള രീതിയിലാണ് എല്ലാവരും വിട്ടുകളഞ്ഞത്. അപ്പൊ ഗബ്രി ആ കാരണം കണ്ടെത്തിയോ എന്ന് എനിക്കൊരു സംശയം തോന്നി. അങ്ങനെയുണ്ടോ ട്വിസ്റ്റ്? ശ്രീധരത്തെ കുറിച്ചൊക്കെ പറഞ്ഞെങ്കിലും ചിലപ്പോ കൊണ്ടുവന്നിട്ടൊരു ഹുക്ലൈൻ വെക്കാൻ ശ്രമിച്ചു. എനിക്ക് ആ മന്ദാരത്തിന്റെ ലിറിക്സ് ഒന്ന് ഡീകോഡ് ചെയ്ത് പറഞ്ഞു. നെഞ്ചിലെ ഇത്തിരി സങ്കടം, അതന്നെ വട്ടം കറക്കുന്ന പമ്പരം, അത് വഴിയിലിട്ടിട്ട് പോയാലും അതൊക്കെ ഓക്കെയാണ്. പിന്നെ വന്നോര് വന്നോട്ടെ, പോണോര് പൊക്കോട്ടെ, നിന്നോര് നിൽക്കട്ടെ, നമുക്ക് എന്ത് ആര് വന്നാലും പോയാലും നമുക്ക്. പിന്നെ മന്ദാരം പൂക്കട്ടെ, ഭണ്ഡാരം കേക്കട്ടെ, ഭണ്ഡാരം പൊക്കോട്ടെ, നമുക്ക് പുല്ലി. അതാണ് എനിക്ക് തോന്നി. മന്ദാരം പൂക്കട്ടെ അതെങ്ങനെയോ വന്നതാ, അല്ലെ അതിന് വലിയ അർത്ഥമില്ല. ഭണ്ഡാരം കക്കട്ടെ മീൻസ് 2 അർത്ഥമുണ്ട്. ഒന്ന്, എനിക്ക് ദൈവവിശ്വാസം ഇല്ല എന്നുള്ള പരിപാടി. ഭണ്ഡാരം കട്ടൽ എനിക്കൊന്നുമില്ല. ഭണ്ഡാരം എവിടെ ഉണ്ടാവുന്ന അറിയാലോ. സോ അതെനിക്കൊന്നുമില്ല. പിന്നെ ഭണ്ഡാരം മീൻസ് എന്റെ ഉള്ളിലുള്ള സത്തൊക്കെ ആരെങ്കിലും എടുത്തോണ്ട് പോയിക്കോട്ടെ. ലൈക്ക് ഞാൻ ഒരു ഭണ്ഡാരം എന്റെ ഇതിലൊക്കെ കട്ടോണ്ട് പോയിക്കോട്ടെ, എന്തെങ്കിലും കുഴപ്പമില്ല. ഞാൻ empty ആയാലും കുഴപ്പമില്ല. അത് രണ്ടും ശ്രദ്ധിച്ചെന്ന് എനിക്ക് ഭണ്ഡാരം കേട്ടെ. പിന്നെ പണ്ടാരം പൊക്കോട്ടെ, നമുക്ക് അതും മറ്റേ പണ്ടാരം പൊക്കോട്ടെ. പിന്നെ മന്ദാകിനിയല്ല മന്ദാരപ്പൂവ്, ചങ്കല്ല പൊന്നത് ചെമ്പരത്തി പൂവ്, ഉള്ളു തുറന്നപ്പോൾ എന്തോരം നോവതിൽ ഒന്നുമില്ല എന്ന് ചൊല്ലിയ നാവ്. ലൈക്ക് വിഷമുണ്ടെങ്കിലും ഞാൻ ആർത്തും പറയാറില്ല ഒന്നുമില്ല. ചങ്ക് തുറന്നപ്പോൾ ഒന്നുമില്ല എന്നുള്ളത്. എന്താ നിനക്ക് സുഖമാണ്? പക്ഷെ ഉള്ളിലറിയാം സുഖമല്ല എന്നുള്ളത്. അത് പിന്നെ പൊക്കോ, ദൂരേക്ക് പൊക്കോ, കണ്ണിന്റെ മുന്നിൽ വരാതെ നിൽക്കോ, നീ വിട്ടോ, മുമ്പിൽ നിന്ന് വിട്ടോ, കാടും മേടും കാടുന്ന അങ്ങോട്ട് വിട്ടോ. പൊക്കോ, ദൂരേക്ക് പൊക്കോ, കണ്ണിന്റെ മുന്നിൽ വരാതെ നിൽക്കോ, നീ വിട്ടോ, മുമ്പിൽ നിന്ന് വിട്ടോ, കാടും മേടും കാടുന്ന അങ്ങോട്ട് വിട്ടോ. ലൈക്ക് പറയണ അത് കുറച്ചൊരു സങ്കടമാണ്, ദേഷ്യമുണ്ട്. മുമ്പൊന്ന് പൊക്കോ. അത്രയും എഴുതാൻ പാടില്ലെന്ന് പിന്നെ തോന്നി. പക്ഷെ അപ്പൊ എന്തോ വന്ന് പിന്നുള്ളതാണ് കുറച്ചുകൂടി പരിപാടി. ഉണ്ട്
കണ്ട് ചതികൾ അവിടെ ഇവിടെയുണ്ട്, ഒത്തിരി അനുഭവിച്ചത് പണ്ട്, അതിനെ അപലപിച്ചതുമുണ്ട്, പിന്നാലെ അനുഗമിച്ചത് കൊണ്ട് ഞാനിന്ന് വാടിയ പൂവിൻ്റെ ചെണ്ട്, കാത്തിരിപ്പിത്തിരി ബാക്കിയതുണ്ട്, കാതിലി ഇപ്പോഴും മന്ദാര പൂവിൻ്റെ ഉള്ളിലെ വണ്ടിൻ്റെ മൂളലും ഉണ്ട്. പെയിനില്ലെന്ന് പറഞ്ഞാലും എൻ്റെ പുറകെ പെയിനുണ്ട്, ഇപ്പോഴും പറഞ്ഞിരിക്കുന്നുണ്ട്. ലൈക്ക് ഇങ്ങനെ ഇത് ഇൻസിഡന്റ് നിൽക്കുന്നുണ്ട്, നീ ഇത്രയും പെയിനിലാണ്, എത്ര ഇല്ലെന്ന് നീ പറഞ്ഞാലും നിൻ്റെ ഉള്ളിലെ പെയിൻ ഉണ്ടെന്ന് ചെവിയിൽ ഇങ്ങനെ പണ്ട് മൂളണ പോലെ പറഞ്ഞിട്ടിരിക്കുന്നുണ്ടെന്നുള്ള എന്തായാലും പൂവിൻ്റെ ഉള്ളിൽ. പിന്നെ അടുത്ത വരി, ഹൃദയം തകിടം മറിഞ്ഞ് തവിട് പൊടി, തകര പാട്ട കൊണ്ട് എനിക്കിട്ടടി, തകില് കൂട്ടണ താളത്തില്ലടി, തരി കളങ്കമില്ലാത്തൊരു തേടി ഞാൻ അലഞ്ഞ് തിരിഞ്ഞും മടുത്തതാടി. ലൈക്ക് അത് ഭയങ്കര മറ്റെന്താ നാർസിസിസം എന്നുള്ള പരിപാടി കയറി വന്ന സമയം എൻ്റെ ഉള്ളിൽ അവസാനം വന്നു. എല്ലാവരും ആർക്കും എന്നോട് ഇഷ്ടമില്ല, ആർക്കും എന്നെ വേണ്ട, കുടുംബക്കാർക്കും വേണ്ട. ലൈക്ക് എനിക്ക് വിഷമമുണ്ടായില്ല എന്നുള്ള ആരും ചിന്തിക്കാനുള്ള എന്നുള്ള ചിന്ത ടോക്സിക് ആയിരുന്നു കുറച്ച് സമയത്ത് ഞാൻ. പക്ഷെ അത് എന്നെ ഉള്ളിൽ മാത്രമേ പുറത്ത് കാണിക്കുകയില്ല, എഴുത്തിൽ മാത്രം കാണിക്കുള്ളൂ. പക്ഷെ അത് ആ ഒരു ചിന്ത ആ സമയത്ത് ഉണ്ടായിരുന്നുള്ളത് ഞാൻ പറയാൻ എന്താ. ഏതായിരുന്നു സ്പെസിഫിക് ആയിട്ട്? അല്ലല്ല, ഞാൻ ഇടയ്ക്കുള്ള ഭണ്ഡാരവും മന്ദാരം എന്തുകൊണ്ട് വന്നു എന്നുള്ളത് എനിക്ക് അറിഞ്ഞൂടായിരുന്നു. ഭണ്ഡാരം അങ്ങനെ അതിനായിട്ട് തന്നെ എഴുതിയതാ. അത് ഒരാൾ ചോദിക്കണം ഞാൻ പ്രതീക്ഷിച്ചിരുന്നതാ. ആരെങ്കിലും ഒക്കെ ചോദിക്കട്ടെ അതുപോലത്തെ മറ്റേ KL42 എഴുതിയിട്ടുണ്ട്, അത് കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ. അതെ. അതേപോലെ ഈ പെയിൻ ഇങ്ങനെ തുടരുന്നത് സത്യത്തിൽ ചിലതൊക്കെ ഗുണമാണ്, പക്ഷെ പെയിൻ ഓവർകം ചെയ്ത് നമ്മൾ പോണം. ഇപ്പൊ വീണ്ടും കാതില് ഉണ്ട് എന്ന് പറയുന്നത് ആക്ച്വലി അത് വേണോ നമുക്ക് മുൻപോട്ട് പോകാൻ? എനിക്ക് എന്തോ ഒരു വേണമെന്നൊരു തോന്നലുണ്ട്. ലൈക്ക് ഭയങ്കര പ്രശ്നമല്ല, പക്ഷെ ആ പെയിനിൽ നിന്ന് ഞാൻ ഉണ്ടായത്. അതെ, അപ്പൊ എനിക്ക് ആ പെയിൻ വേണം. ഭയങ്കരമായിട്ട് ഞാൻ അടിച്ച് ഇങ്ങനെ ഇരിക്കുകയല്ല, എനിക്ക് പാടുമ്പോഴൊക്കെ ആ പെയിൻ വേണം. ആ പെയിൻ ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ എത്ര അഗ്രസീവ് ആണെന്നുള്ളതാണ് എനിക്ക് ചിന്തയിലുണ്ട്. സോ ഞാൻ ആ പെയിൻ കളയാണ്ട് വെക്കും. ഞാൻ ഓവർകം ചെയ്ത് 100% ഓവർകം ചെയ്തു, പക്ഷെ ഇടയ്ക്കിടയ്ക്ക് എനിക്ക് ആ പെയിൻ വേണം. ഞാൻ അതുകൊണ്ട് ഇങ്ങനെ എഴുതണത്. എനിക്കിങ്ങനെ പണ്ടിങ്ങനെ വിഷമമുണ്ടായിരുന്നു, എന്തായിരുന്നു, അപ്പൊ അത് ഞാൻ ഇങ്ങനെ എനിക്ക് വേണമെന്ന് ഇങ്ങനെ തിരിച്ചെടുക്കുകയാണ്. മനസ്സിലായി. മോശമായിട്ടല്ല, നല്ല രീതിയിൽ. ആ പെയിൻ ഉള്ളതുകൊണ്ടാണ് ഞാനിങ്ങനെ ആയതെന്നുള്ള ചിന്ത എനിക്ക് ഉള്ളതുകൊണ്ട്. നമ്മുടെ കൂടെ ഉള്ള ഒരു പുള്ളിക്കൊക്കെ പറഞ്ഞു അത് കുറച്ച് സാഡിസ്റ്റ് ചിന്തയാണ്, എനിക്കറിയാം, പക്ഷെ എനിക്കത് വേണം. പെയിൻ ഉള്ളതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ നിൽക്കണത്. ആ പെയിൻ എനിക്ക് വേണം എന്നുള്ള സാധനം എത്രത്തോളം മനസ്സിലാവുന്ന അറിയില്ല ആർക്ക്. അല്ലല്ല, എഴുത്തിന്റെ ക്രിയേറ്റിവിറ്റിയെ നമ്മൾ ചിലപ്പോൾ ചില പെയിൻസിനെയൊക്കെ ചിലപ്പോൾ റീകളക്ട് ചെയ്യും, എങ്കിലേ അത് കറക്റ്റായിട്ട് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ ചില സീൻസിലൂടെ പോയിട്ടുണ്ടാവും, അതായിരിക്കും റീക്രിയേറ്റ് ചെയ്ത് നമ്മൾ അഭിനയിക്കുക. അപ്പം ഒരു കലാകാരനെ സംബന്ധിച്ചിടത്തോളം ആ പെയിന് ചില സമയത്ത് അത് പ്രൊഡക്റ്റീവായി ഉപയോഗിക്കാൻ കഴിയുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കണേ. ആ അർത്ഥത്തിലുള്ള പെയിൻ നല്ലതാണ്. അതെ, ആ അർത്ഥം തന്നെ. കാരണം ഇപ്പൊ എനിക്ക് പെയിനെ കുറിച്ച് എഴുതാൻ പറ്റില്ല, എനിക്കിപ്പോ പെയിൻ ഇല്ല. അപ്പൊ എനിക്ക് അന്ന് ആ പെയിൻ ഉണ്ടായിരുന്നു, അത് ഞാൻ ഇപ്പൊ എഴുതണം, അത്രേ ഉള്ളൂ. ഇപ്പൊ എനിക്ക് പെയിൻ ഇല്ല, കംഫർട്ട്, ഓക്കെ പരിപാടിയാ. പക്ഷെ ഞാൻ എഴുതുമ്പോ എനിക്ക് പെയിൻ വേണമെങ്കിൽ എനിക്ക് അന്നത്തെ കാലത്തിലേക്ക് പോകണം, ഒരു പരിപാടിയാണുള്ളൂ. ഈ KL42 എഴുതുന്ന സമയത്ത് എനിക്ക് ചില ഒബ്ജെക്ഷൻസ് ഉണ്ട്, ഞാനത് ചോദിക്കാം. KL42 ഒരുപാട് തരത്തിലുള്ള പോസിറ്റിവിറ്റി ഉണ്ട്, പക്ഷെ എനിക്ക് ചില സ്ഥലങ്ങളിൽ വിയോജിപ്പ് തോന്നിയിട്ടുണ്ടായിരുന്നു, അത് ഞാൻ പറയാം. പിന്നെ ആ ഭരണം നിങ്ങൾ രണ്ടുപേരും കൂടെ ചെയ്തില്ലേ, ആ ഭരണം എന്ന് പറയുന്ന അത് ഫുള്ള് ഞാൻ തന്നെ എഴുതിയതാ പണ്ട്. അത് പക്ഷേ വ്യക്തമാണ്, ആശയമുണ്ട്, ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഈ KL42 നീ കണ്ടിട്ടും കാണാതെ പോൽ നടിക്കും അതൊക്കെ വന്നിട്ട് ഒരു സാധ്യത എന്താ വെച്ചാൽ, മര്യാദക്കല്ലേ മൈ ഡിയർ ഓമനക്കുട്ട എന്നൊക്കെ പറയുമ്പോൾ ഇപ്പോൾ റാപ്പേഴ്സിൻ്റെ ഇടയിൽ ഇങ്ങനെ കൂടി കമ്മ്യൂണിക്കേറ്റ് ചെയ്താലേ ആങ്കർ പൂർത്തിയാവുള്ളൂ എന്ന് പറയുന്നൊരു ധാരണ വന്നിട്ടുണ്ട്. അത് എങ്ങനെയാണ് എനിക്ക് കൈകാര്യം ചെയ്യേണ്ടതെന്ന് അറിഞ്ഞുകൂടാ. പ്രതിഷേധത്തിന് പ്രത്യേകിച്ച് ഭാഷയുണ്ടോ? പ്രതിഷേധം നമ്മൾ ഭയങ്കര പ്യൂറായിട്ട് ചെയ്യണമെന്നും എനിക്ക് അഭിപ്രായമില്ല. മനസ്സിലായോ? അതെ, അതിനെ എങ്ങനെയാ കാണുന്നത്? അതെ, ലൈക്ക് നമ്മ കണ്ടു വന്ന ആർട്ടിസ്റ്റുകൾ അങ്ങനെയാണല്ലോ. ഇപ്പൊ നോർത്ത് ഇന്ത്യയിലൊക്കെ ഇതിലും എക്സ്പ്ലിസിറ്റ് ആയിട്ട് ചെയ്ത ആൾക്കാരാ. നമുക്ക് കേൾക്കുന്ന റാപ്പേഴ്സ് ഒക്കെ ഭയങ്കര എക്സ്പ്ലിസിറ്റ്. അപ്പൊ ഇവിടെ അത്രയും പറ്റില്ല. അപ്പൊ നമ്മ അത് ഇൻസ്പയർ ആയിട്ടാണ് നമ്മ എഴുതുന്നത്. സോ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് വരും. ഇതൊന്നും ഞാൻ ചിന്തിക്കാണ്ട് എഴുതിയ പാട്ടാ, പോലെ വന്ന പോലെ എഴുതി. പക്ഷെ അത് ഇൻസ്പയർ ആയവരോട് അങ്ങനെ എന്നിട്ട് ഞാൻ മൈന്ന് പറഞ്ഞപ്പോ വേണ്ട, തെറി വേണ്ട, മൈ ഡിയർ ഓമനക്കുട്ട എന്നുള്ളത് മാറ്റി. നല്ല പരിപാടി എല്ലാം നല്ല അറിയാം, പക്ഷെ പാട്ട് ആർട്ടായിട്ട് കാണാനുള്ള എനിക്കറിയില്ല. അല്ല, ഞാൻ അങ്ങനെ ചിന്ത വന്നു എനിക്ക്, എങ്ങനെ ചിന്ത വന്നു എനിക്ക്. പക്ഷെ ഒരുപാട് ചിന്തിച്ചാൽ എഴുത്ത് വരില്ല, ആ ഒരു ഫ്ലോയിൽ പോവാ. എനിക്കും എന്റെ എഴുത്തിൽ എനിക്കെതിരെ അഭിപ്രായമുണ്ട്, പക്ഷെ ഒന്നും ചെയ്യാല്ല. ലൈക്ക് ഇപ്പൊ ഇങ്ങനെയാണ് ഇങ്ങനെ പോയത്. കാരണം നമ്മൾ അടച്ചു വെക്കരുതല്ല, നമ്മൾ ഉള്ളാനുള്ള നമ്മ
നമ്മൾ എഴുതുന്നത് പൊളിറ്റിക്കലി കറക്റ്റ് അല്ലെന്ന് നമുക്കറിയാം. എന്നാലും പക്ഷേ ഇപ്പം എനിക്കൊന്നെ എഴുത്തതാ. പക്ഷെ അപ്പോൾ ഇനി വന്നാൽ നമ്മൾ അങ്ങനെ എഴുത്തിലങ്ങനെ പോകും, ആർട്ടായിട്ട് തന്നെ കാണാം. അല്ലാണ്ട് റിയൽ ലൈഫിൽ സംസാരിക്കുമ്പോൾ പറയാം എനിക്കത് ആ എഴുത്തിനോട് എനിക്ക് താല്പര്യമില്ല. പക്ഷെ അത് ആർട്ടായിട്ട് തന്നെ ഞാൻ കാണുന്നത് ആർട്ടായിട്ടാണ്. എല്ലാവരും ആർട്ടായിട്ട് കാണില്ല. പക്ഷെ അത് ചിലർക്ക് മോശമായിട്ട് ഇൻസ്പയർ ചെയ്യാൻ അതുണ്ടാവും. ഹെൽപ്ലെസ് ആണ് കുറച്ച്. അല്ല എനിക്കിതിനെ പറ്റിയിട്ട് ഞാൻ ചിന്തിച്ച കാര്യങ്ങളാണ് പറഞ്ഞത്. എനിക്കും ധാരണയില്ല. കാരണം എന്ന് വെച്ചാൽ ഈ ഡെമോക്രാറ്റിക് എന്ന് പറയുമ്പോൾ നമ്മളങ്ങ് ഒതുങ്ങി കൊടുത്തു കഴിഞ്ഞാൽ ഒന്നും നടക്കാൻ പോകുന്നില്ല ഇവിടെ. അപ്പം എവിടെ നമ്മൾ നിൽക്കണമെന്ന് ചോദിച്ചാൽ ഡെമോക്രാറ്റിക് ആവണം, പക്ഷെ അത്രയും ഡെമോക്രാറ്റിക് ആവണോ? ചില സമയം ചില സമയം ആ തോന്നലും വരൂല. ഇത്രയും മര്യാദയ്ക്ക് നമ്മൾ സമരം ചെയ്യണോ? അതെ അതെ. കാരണം അങ്ങനെ ചെയ്തിട്ടും കാര്യമില്ല എന്നുള്ള അവിടെയാ. ഞാൻ പണ്ട് രാഷ്ട്രീയ പ്രവർത്തനമൊക്കെ ചെയ്തിരുന്ന ഞാൻ ഏതൊരു സ്ട്രൈക്കിനൊക്കെ പോയിട്ടുണ്ടായിരുന്നു. മറ്റേ ട്രെയിൻ തടയല അങ്ങനെ എന്തോ സ്ട്രൈക്കിന് പോയി ആളെ കൂട്ടി വന്ന് ഒന്നും നടന്നില്ല. പെട്രോളിന്റെ ഇത് കൂടിയപ്പാ ഞങ്ങൾ പോയിരുന്നു എന്തോ 105 സമയത്ത്. ഭയങ്കര രാഷ്ട്രീയം എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പോയിരുന്നു. അപ്പൊ അങ്ങനെ ഭയങ്കര സ്ട്രൈക്ക് ചെയ്ത് ഭയങ്കരമായിട്ട് മുദ്രാക്കൊക്കെ വിളിച്ച് പിറ്റേ ദിവസം വന്നപ്പോൾ 107. സോ അങ്ങനെ ചെയ്തിട്ട് കാര്യമില്ല എന്നുള്ള ചിന്ത എൻ്റെ ഉള്ളിൽ ഉണ്ടാകുമായിരിക്കാം ചിലപ്പോൾ. അതുകൊണ്ട് വന്നതായിരിക്കാം. എനിക്ക് കുറേയൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് വന്ന കാരണം ഞാൻ എഴുതിക്കണ്ട ചിന്തിക്കണേ എന്തുകൊണ്ടാണ് ഞാനിങ്ങനെ എഴുതിയെന്നുള്ളത്. അതിലെനിക്ക് ഒരു വ്യക്തമായ ധാരണയില്ല. അപ്പം അതായിരിക്കണം. ഇങ്ങനെ സമാധാനമായിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ ഞാൻ സമാധാനമായിട്ട് നിൽക്കണത് എൻ്റെ ഉള്ളിൽ ഇത്രയുള്ളത് ഞാൻ പുറത്ത് കാണിക്കാണ്ടിരിക്കണേന്ന് അതുമായിരിക്കാം. ഡിസ്കഷൻസ് മുമ്പോട്ട് പോട്ടെ. അതെ അതെ. നമുക്ക് അതിനകത്തൊരു വിധി പറയാൻ പലർക്കും പല രീതിയിലാണ്. അതെ അതെ. കാര്യം കണ്ട് കൈ കഴുകുന്നവരെ, കാര്യത്തോട് അടുക്കുമ്പോൾ മെയ് തഴുകുന്നവരെ, ഇതൊക്കെ നമുക്ക് മനസ്സിലാവും. നടുമുറിയിൽ കൊണ്ടുപോയി തൈ നടുന്നവരെ, ആ പ്രയോഗം എനിക്ക് മനസ്സിലായി. അത് മുറ്റത്ത് വെക്കേണ്ട തൈ നടുമുറിയിൽ കൊണ്ടുവന്ന് വെക്കരുത്. പക്ഷെ അത് പ്രയോഗിക്കുമ്പോ എന്തായിരുന്നു? അല്ല അയ്യോ വന്നതാ ഒന്നുമില്ല. ആണോ? ഞാൻ പറഞ്ഞില്ല എനിക്ക് ഇങ്ങനെ എഴുത്തു വന്നത് ഒരു ഇറഗുലർ ആയിട്ടുള്ള ഒരു സംഗതിയെ നമ്മൾ പ്ലേസ് ചെയ്തു. അങ്ങനെ ഒരു ചിന്തയില്ല. ലൈക്ക് എങ്ങനെയോ വന്ന എഴുത്ത്. പിന്നെ ആർട്ടിനും ആരോ ഒരു പരിപാടി ഉണ്ടല്ലോ. ലൈക്ക് ഞാൻ എഴുതുമ്പോ ചിലത് അർത്ഥമുള്ള എഴുതും, ചിലത് ഒരു അർത്ഥമില്ലാണ്ട് എഴുതും. അപ്പൊ അങ്ങനെ എഴുതിയത് ആൾക്കാർ എന്തെങ്കിലും ചിന്തിക്കട്ടെ, അവരവരുടെ രീതിയിൽ കാണട്ടെ എന്ന് ചെയ്തതാ. അങ്ങനെ എഴുതിയപ്പോ വന്ന് ഞാനും പിന്നെ ഒന്ന് ആലോചിച്ചു എന്തുകൊണ്ടാണ് ഞാൻ എഴുതിയെന്ന്. പക്ഷെ എനിക്കതിന് ഉത്തരം കിട്ടിയിട്ടില്ല. ഇതിലൊക്കെ ഉണ്ടാകുമായിരിക്കും. ഞാൻ അതിനെ സോർട്ട് ചെയ്തെടുക്കണത്. എനിക്ക് തോന്നിയെന്ന് വെച്ചാല് മുറ്റത്ത് വെക്കേണ്ട തൈയാണ്, അതുകൊണ്ടൊന്നും നടുമുറി വെച്ചിട്ട് കാര്യമില്ലല്ലോ എന്ന് പറയുന്ന, അത് കാര്യമില്ലാത്തൊരു മിസ്പ്ലേസ്ഡ് ആയിട്ടുള്ള ചില കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ സ്ഥാനം തെറ്റിയ വസ്തു എന്നൊക്കെ പറയുന്ന മാതിരി ഒരു സ്ഥാനം തെറ്റലാണ് ശരിക്കും ഉദ്ദേശിച്ചതെന്നാണ് എനിക്ക് തോന്നിയത്. അതായിരിക്കും കുറച്ചുകൂടെ ഉള്ള ബുദ്ധിയുള്ള ഒരു ഇത് വ്യാഖ്യാനം. അതെ, എനിക്കത് എത്ര എനിക്കറിയില്ല ഞാൻ എഴുതുന്നുള്ളത്. പക്ഷെ സാധനം കൊള്ളാം, പ്രയോഗം കൊള്ളാം. അപ്പൊ പുതിയ പ്രയോഗം കാണുമ്പോഴത്തേക്ക് ഇത് ഇങ്ങനെ ഒരു സാധനം എഴുതി കണ്ടില്ലല്ലോ. ആ പരിപാടി ഭയങ്കര ഇഷ്ടം. ലൈക്ക് ആരും എഴുതാത്ത പരിപാടികളല്ല. അതെ അതെ. അങ്ങനെ എഴുതിയതാ ചുമ്മാ. പക്ഷെ അത് നല്ല പ്രയോഗമാണല്ലേ, നടുമുറി കൊണ്ടുവന്ന് തൈ നടുന്നവരെ എന്ന് പറയാം. ഇമാജിനേഷൻ ചെയ്യാലോ. അതെ അതെ, നടുമുറി. അതെ, നമ്മൾ നടുമുറി കൊണ്ടുവന്ന് നമ്മളെ നടുമുറിയിൽ തൈ ഒരിക്കലും മുറ്റത്ത് നടേണ്ട സാധനമല്ലേ എന്നുള്ള സാധനമുണ്ട്. എനിക്ക് ആ ഇമാജിനേഷൻ പരിപാടി എഴുതുമ്പോ ആ ഇമേജ് കൊള്ളാം. കിട്ടുന്നുണ്ട്, നമുക്ക് ഇമേജ് കിട്ടുന്നുണ്ട്. ഞാനും കൊണ്ടുവന്ന് ഇപ്പൊ സംസാരിക്കുമ്പോഴും ഞാൻ കൊണ്ടുവന്ന് ടൈല് കുഴിച്ചിട്ട് അതിനകത്തൊരു ഇത് നടാൻ ശ്രമിക്കുകയാണ്. അതെ അതെ അതെ, അതിന്റെ ഒരു കോൺട്രഡിക്ഷൻ ആയിരിക്കും ഒരു പക്ഷെ. അത് കൊള്ളാം കേട്ടോ. അതേപോലെ കാരണം കേട്ട പൊളിയും കേട്ട മരണം കിട്ടാൻ വൈകൂലേട്ട, അതൊക്കെ ഓക്കെ. തിരക്ക് കൊണ്ട അല്ലെങ്കിപ്പോ തീർത്തേനേട്ട. അത് കഴിഞ്ഞിട്ട് ഒരു പ്രയോഗം എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ ഗടാഗടിയൻ ഒരു കടോൽക്കജൻ എൻ കഠാര കൊടൂര മനോരഞ്ജൻ. അതൊക്കെ. എന്നിട്ട് പറയുന്നതാണ് കൂട്ടിയിട്ട് കത്തിക്കും നീ വാകീറി പൊളിച്ചോണ്ടിരുന്നാലും എന്നെ തന്നെ പഴിച്ചോ എന്ന് പറയുന്നുണ്ട്. അതായത് അവിടെ വാകീറി പൊളിച്ചോണ്ടിരുന്നാലും എന്നെ തന്നെ പഴിച്ചോ എന്ന് പറയുന്ന സ്ഥലത്ത് കുറച്ചൊരു അഗ്രസീവ്നെസ് കൂടിപ്പോയി. കുറച്ചൊരു പരിഗണന നിനക്ക് ഞാൻ തരില്ല എന്ന് പറയുന്നതിന്റെ ഒരു ഭാഷ വന്നു. പക്ഷെ അതിന് റീസൺ പറഞ്ഞിട്ടുമില്ല. അതാണ് എൻ്റെ ലൈക്ക് അത് ഹിപ്ഹോപ്പിലുള്ള ഒരു പരിപാടി തന്നെ. അത് ലൈക്ക് ഞാനാണ് എന്നുള്ള സാധനം. ഞാൻ ഒരു ഇത് പറയാം. ഞാൻ ആകാശവാണിയിൽ പണ്ട് കേട്ടതാ, പാട്ട് എഴുതുമ്പോൾ ഈ ലോകത്തെ ഏറ്റവും വലിയ ആള് ഞാൻ എന്നുള്ള ചിന്ത വേണം. ഏറ്റവും വലിയ ആർട്ടിസ്റ്റ് ഞാൻ, ഏറ്റവും ഇതായിട്ടുള്ള ആൾ ഞാൻ, ഏറ്റവും മോശപ്പെട്ട ആള് ഞാൻ എന്നുള്ള ചിന്ത, ഏറ്റവും നല്ല ആള് ഞാൻ, അത് വേണം. എഴുതി കഴിയുമ്പോൾ അത് പോകണം. അതിന്റെ തല്ലുള്ള കാരണമാണ് ഞാൻ ഇത്രയും ഇതായിട്ട് എഴുതിയത്. ഞാൻ എന്നുള്ള ചിന്ത. റിയൽ ലൈഫിലേക്ക് അങ്ങനെ ചിന്തയില്ല. അയ്യോ, റിയൽ ലൈഫിലൊക്കെ എന്നെ
ആരെങ്കിലൊക്കെ എന്തെങ്കിലും പറഞ്ഞാൽ ഓടുവപ്പ ഇടിന്ന് പറഞ്ഞ ഓടി ഞാൻ. അത് എനിക്ക് അത് പറ്റാത്തതിന്റെ വിഷമം ഇവിടെ തീർക്കാലോ. റിയൽ ലൈഫ് നമുക്ക് ഇത് പറ്റില്ല, കാരണം നമ്മ അങ്ങനെ ജീവിക്കാൻ പാടില്ല എന്നുള്ള ചിന്തയുണ്ട്. അത് പാട്ടിലൂടെങ്കിലും നമുക്ക് ഇപ്പൊ വിജയ് സിനിമയിലൊക്കെ കാണുമ്പോ വിജയ് പറക്കണ്, നമുക്ക് പറ്റില്ല. അത് കുറെ ആൾക്ക് വേണ്ടി സംസാരിക്കണ്. പക്ഷെ എനിക്ക് അതിൽ ഒരു തരത്തിൽ ഇപ്പോൾ കടാര കൊടൂര മനോരഞ്ജനൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു, രസമുള്ളതാണ്. പക്ഷെ അതിനകത്ത് അയാൾ വാപൊളിച്ച് കരയുമ്പോഴും ഒരു ദാക്ഷിണ്യവും കാണിക്കില്ല എന്ന് പറയുന്നത് അതല്ല, ലൈക്ക് എനിക്കെതിരെ വാപൊളിച്ച് ലൈക്ക് ആ സാധനം അങ്ങനെയാണ് മറ്റേതല്ല ഉദ്ദേശിച്ചത്. സോറി, ഇത് ലൈക്ക് എനിക്കെതിരെ വാപൊളിച്ച് ഇങ്ങനെ കാര്യമൊന്നുമില്ല. എനിക്കെതിരെ എന്തെങ്കിലും മോശമായിട്ട് പറഞ്ഞാലും ഞാൻ സംസാരമില്ല, പ്രവൃത്തിയുള്ളൂ എന്നുള്ള ചിന്ത. ഇങ്ങാട് വന്ന് അങ്ങാട് എന്നുള്ള ചിന്ത, അല്ലാണ്ട് മറ്റേ ഇങ്ങാട് ഒന്ന് വന്നാൽ നമ്മ ഒരു വഴിക്ക് റെഡിയാന്നുള്ളത് പാട്ടിൽ മാത്രം. കാരണം നമുക്ക് സമാധാനമായിട്ട് ജീവിക്കാൻ പറ്റില്ല കുറെ കാര്യങ്ങളിൽ. ഞാൻ കുറെയൊക്കെ ഒതുങ്ങി പോയിരുന്നതാ. എന്ത് പ്രശ്നമില്ല ഇതുവരെ, ഒരു അടിപിടി പരിപാടിക്കൊന്നും പോകാണ്ട്, അവരുടെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിലും ഞാൻ ക്ഷമിച്ച് വിടുന്ന അങ്ങനെ പോയിരുന്നതാ. കുറെ കഴിയുമ്പോൾ മനസ്സിലായി, ഇത്ര നാൾ നമ്മൾ ക്ഷമിച്ചു, എത്ര നാൾ ഒഴിഞ്ഞു മാറിയാൽ നമുക്ക് ഈ സാധനത്തിലൂടെ കടന്നുകൊണ്ടിരിക്കാൻ പറ്റില്ല. നമ്മൾ ജീവിക്കണ അറിയാമല്ലോ. അപ്പോൾ കുറെയൊക്കെ നമ്മൾ തിരിച്ചു പറഞ്ഞില്ലെങ്കിൽ എന്നുള്ള ചിന്ത ഉള്ളതുകൊണ്ട് പാട്ടിലൂടെ പറയാം. അടിപൊളി. ഈ ശരിക്കും ഗബ്രിക്ക് 25 വയസ്സേ ആയുള്ളൂ. എനിക്കത് 25 വയസ്സുകാരൻ പക്വതയോടുകൂടി സംസാരിക്കുന്നത് കാണുമ്പോൾ കിട്ടുന്നൊരു സന്തോഷമില്ലേ. ശരിക്കും ജീവിത അനുഭവങ്ങളോ സന്ദർഭങ്ങളോ ഒക്കെ ആയിരിക്കും. വീട്ടുകാര്യങ്ങളൊക്കെ നോക്കുന്ന ഗബ്രിയാണല്ലേ. എത്ര വയസ്സ് മുതലാണ് ശരിക്കും? ലൈക്ക് എനിക്കൊരു 6ാം ക്ലാസ് പഠിക്കുമ്പോൾ തുടങ്ങി അച്ഛൻ ഉപേക്ഷിച്ച് പോയതാ. അപ്പോൾ തുടങ്ങി അമ്മ സ്ട്രഗിൾ ചെയ്യുന്നതാ. നമ്മൾ കാണേണ്ടത് വാർക്കപ്പണിക്കും പോയിട്ട് കരിങ്കല്ലൊക്കെ ചുമന്ന് 6 മണിയാകുമ്പോൾ അമ്മ വരുമ്പോൾ ഇങ്ങനെ ആ ഒരു ഇത് നമ്മൾ കാണുന്നുണ്ട്. ഒരു ഏജ് കഴിയുമ്പോൾ നമുക്ക് ചിന്ത വരുമല്ലോ, ഇനി നോക്കേണ്ടത് ഞാനാ, ഇനി അമ്മക്ക് ഒരുപാട് നാൾ ഇതാക്കാൻ പറ്റില്ല എന്നുള്ള ചിന്തയുണ്ട്. അപ്പോൾ ആ ചിന്തയോടെ നമ്മൾ പണിക്ക് പോയത് ITA പഠിച്ച സമയത്ത് 2018-19 സമയത്ത് ITA പഠിച്ചപ്പോൾ കൊറോണ വന്ന കാരണം ITA ജോലി കിട്ടിയില്ല. വേറെ ഗോഡൗണിൽ കയറി, പിന്നെ ഒരു 3 കൊല്ലം അവിടെ തന്നെയായിരുന്നു. അപ്പോൾ പിന്നെ കുറച്ച് സ്ട്രഗ്ലിംഗ് ആയിരുന്നു, ലൈക്ക് ഉത്തരവാദിത്വം വന്നു ചെയ്യാൻ. ഒരുപാട് ആദ്യം ജോലി ചെയ്ത് എന്തൊക്കെയായിരുന്നു? ഒരുപാട് ജോലിക്ക് പോയിട്ടുണ്ട്. കാറ്ററിംഗ് വർക്കിന് പോയിട്ടുണ്ട്, കാർ കഴുകാൻ പോയിട്ടുണ്ട്. ലൈക്ക് ഇതൊക്കെ എല്ലാവരും പറയുന്ന കാര്യം. എന്നാലും ലൈക്ക് ഒരു ക്യാൻറ്റീനിൽ വർക്ക് ചെയ്യാൻ പോയിട്ടുണ്ട് ഇവിടെ തൈക്കാട്ടുകര. അവിടെ ഒരു സർക്കാർ ഓഫീസാണ്. അവിടെ ക്യാൻറ്റീനിൽ വർക്ക് ചെയ്തിട്ട് അവർക്ക് രാവിലെയും വൈകിട്ടും ചായ കൊടുക്കുക. പക്ഷെ അതൊക്കെ നല്ല ജോലിയായിരുന്നു, നല്ല രസമായിരുന്നു. അവർക്ക് നമ്മൾ സ്നേഹവും. അപ്പോൾ എനിക്കങ്ങനെ ഒരു ചിന്തയൊന്നുമില്ല. പാത്രം കഴുകുന്നതൊക്കെ എനിക്ക് കുഴപ്പമുള്ള പരിപാടിയായിരുന്നില്ല, നല്ല സമാധാനമുള്ള പരിപാടിയായിരുന്നു. വൈകിട്ടാകുമ്പോൾ ചായയും കടി നയിക്കാൻ വരും, ഉണ്ടാക്കാൻ നയിക്കും. എൻ്റെ ഫുട്ബോൾ ഇങ്ങനെ പിള്ളേർ കൊടുക്കും, എന്നാ അവിടെ നിന്ന് കിട്ടി ഞാൻ പണിയെടുത്തുണ്ടാക്കിയെന്നൊക്കെ പറഞ്ഞ് കൊടുക്കും. അത് ഇതിങ്ങനെ കുറേ കഴിഞ്ഞപ്പോൾ ഉത്തരവാദിത്തം കൂടി ഇപ്പോൾ നമുക്ക് പറ്റില്ല. ലൈക്ക് ലോണുകൾ കൂടുതലുണ്ടല്ലോ, ആകെ കിട്ടുന്നത് 12,500 സംതിങ്. ഇപ്പോൾ ലോണടവൊന്നും നടക്കില്ല. ഞാനപ്പോൾ എൻ്റെ ആവശ്യങ്ങളൊക്കെ വേണ്ടാന്ന് വെച്ച് ഒന്നും ഞാൻ എനിക്ക് ഡ്രസ്സ് പോലും വാങ്ങില്ല. വാങ്ങണമെങ്കിൽ തന്നെ 100 രൂപയുടെ ഷർട്ട് അങ്ങനെ. അത് ഞാൻ ഡ്രസ്സ് പറഞ്ഞത് ഇപ്പോൾ 12,500 കിട്ടിയാൽ 10 രൂപ വീട്ടിൽ കൊടുക്കും, 2 രൂപ എൻ്റെ കയ്യിൽ വെച്ചിട്ട് അതിൽ പിന്നെ അമ്മയുടെ എൻ്റെയൊക്കെ റീചാർജ് ചെയ്യും. പിന്നെ എൻ്റെ ചിലവിനുള്ളത് ഞായറാഴ്ചകളിൽ കാറ്ററിംഗ് വർക്കിന് പോകുന്നത് 500 രൂപ, അത് മാത്രം. ആകെ ചിലവാക്കുന്നത് ബുക്ക് വാങ്ങാൻ. അടിപൊളി പരിപാടിയാണ്. സേവ് ചെയ്യും, ബുക്ക് വാങ്ങും, എന്നിട്ട് ബാക്കി ഒരു സേവിങ്സ്, ബാക്കി ഒരു 500,000 അറേഞ്ച് ഉണ്ടാവും. അതായാലും കടം ചോദിക്കും, കൊടുക്കും. അതാണ് മറ്റേ 40 ഞാൻ ഡോം കടത്തിൻ്റെ കൂടെ ഉള്ളവൻ. പക്ഷേ എൻ്റെ ഈ ഡോം ബലോമിനെ കുത്തിപ്പൊറിക്കുന്ന കൂട്ടം. കടം വാങ്ങി തിരിച്ചു തരില്ല, നമ്മൾ തിരിച്ചു ചോദിക്കുകയില്ല. നമുക്കറിയാലോ പൈസത്തിൻ്റെ വിഷമം. ചിലപ്പോൾ അവർക്ക് അതുണ്ടാവില്ലായിരിക്കും, ചോദിച്ചാൽ നമുക്കില്ലെന്ന് പറയാൻ പറ്റില്ല. ഉത്തരവാദിത്തം പരിപാടി ഇഷ്ടമായിരുന്നു. പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ അത് പറ്റാണ്ടായി. പിന്നെ ഈ ആർട്ട് ഞാൻ ആദ്യമൊക്കെ പാട്ട് എഴുതിയിടുക, ഇൻസ്റ്റാഗ്രാമിലിടുക, അൺഇൻസ്റ്റാൾ ചെയ്ത് പോവാം, കേൾക്കണമെങ്കിൽ കേട്ടാൽ മതി, പൈസ ഉണ്ടാക്കണം ചെയ്യുന്നൊന്നുമില്ല. ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ അമ്മ വീട് പണി നടക്കുന്നുണ്ടായിരുന്നു നമ്മുടെ. അപ്പോൾ അമ്മ എല്ലാ വീട്ടിലും കയറിയിട്ട് സഹായം ചോദിച്ച്, ഇങ്ങനെ വീട് പണി നടക്കുന്നുണ്ട് സഹായിക്കുമോ എന്നൊക്കെ പറഞ്ഞ് കുറേ വീട്ടിൽ കയറി ഇറങ്ങി. അന്നൊരു മകൻ എന്ന രീതിയിൽ ഞാൻ മരിച്ചു. അമ്മ ജീവിച്ചിരിക്കുമ്പോൾ അമ്മ വീട്ടിൽ കൈ നീട്ടാം. അപ്പം അന്ന് ഞാൻ തീരുമാനിച്ച് പൈസ ഉണ്ടാക്കണം, നമ്മുടെ ഐഡിയോളജിയൊക്കെ മാറ്റി വെച്ച് പൈസ എന്നുള്ള ചിന്ത. എന്നാൽ നമ്മുടെ ഇത് പോയരുത്. എനിക്ക് ഇതിൽ നിന്ന് പൈസ ഉണ്ടാക്കാൻ ചിന്ത ചെയ്യേണ്ടതില്ല, പിന്നെ ഇതിൽ നിന്ന് തന്നെ പൈസ ഉണ്ടാക്കണം, കുറേ പൈസ ഉണ്ടാക്കി നമുക്ക് കൊടുക്കുന്ന ചിന്ത വന്നത് അപ്പോഴാണ്. അങ്ങനെയാണ് പിന്നെ അത് സീരിയസ് ആയിട്ട് എടുത്തത്. ഞാൻ ഇതിൽ നിന്ന് പൈസ ഉണ്ടാക്കിയിട്ട് എൻ്റെ കുടുംബം നോക്കാം. അപ്പം കൊള്ളാം, മുത്താണ് അത് അടിപൊളി. പാട്ടുകൾ പാടിച്ചില്ല ഞാൻ ഇടയ്ക്ക്, ഈ വർത്താനം കേട്ടിരുന്ന പാട്ട് വിട്ടുപോയി. ആദ്യമായിട്ടാണ് തുറന്നു പറയണത്. KL42 ഒന്ന് പാടുമോ?
നീ കണ്ടിട്ടും കാണാത്തപ്പോൾ നടിക്കും, എന്റെ പാട്ട് കേട്ടിട്ടും കേൾക്കാത്തപ്പോൾ ഭവിക്കും. എത്ര കാലം കണ്ണും കാതും പൊത്തിയിരിക്കും, അത്ര കാലം കുറു നരികളിടം ഭരിക്കും. ഞാൻ കടവും കടത്തിന്റെ കൂടുള്ളവനാ, പക്ഷെ എന്റെ ഇടവും വലവും എന്നെ കൊത്തിപ്പറിക്കുന്ന കുട്ടപ്പതോ എന്ന് പറഞ്ഞ് പതിച്ചോനെ എങ്ങനെയൊക്കെ നടുവും തല്ലി വീണലും നീലക്കില്ലയോട്ടം. കാര്യം കണ്ടു കഴിഞ്ഞ് കൈ കഴുകുന്നവരാ, കാര്യത്തോടടുക്കുമ്പോ മെയ് തഴുകുന്നവരാ, നടുമുറിയിൽ കൊണ്ട് തൈ നടുന്നവരാ. മര്യാദക്കല്ലേ മൈ ഡിയറോ മനക്കുട്ട, കാരണം കേട്ടാ പൊളിയും കേട്ടാ, മരണം കിട്ടാൻ വൈകൂലട്ടാ. തിളക്കം മങ്ങുമ്പോ തോണി നേരം എടുക്കില്ലട്ടാ, തിരക്ക് കൊണ്ടാ അല്ലേ ഇപ്പൊ തീർത്തേനട്ടാ. ഗടാഗടിയും വേണം. ഞാൻ കട്ടിയനൊരു കട്ടോൽഗജൻ, എൻ കട്ടാര കൊട്ടൂര മനോരഞ്ജൻ. കട്ടിയനൊരു കട്ടോൽഗജൻ, കട്ടാര കൊട്ടൂര മനോരഞ്ജൻ. 42 എന്റെ നാട് നോക്കിയിട്ട് കളിച്ചോ, താക്കിയത് വരത്തില്ല പോക്കറ്റിൽ ഒളിച്ചോ. കൂട്ടിട്ട് കത്തിക്കും നീ വാക്കീറി പൊളിച്ചോണ്ടിരുന്നാലും എന്നെ തന്നെ പഠിച്ചോ നീ പടഞ്ചൊല്ലി പഠിച്ചോ. തലച്ചോറിൽ പരിപ്പും ചാറൊഴിച്ചോ, കഴിച്ചോണ്ടിരുന്നപ്പോ കണ്ണു മിഴിച്ചോ, ഗണിച്ചോണ്ടിരുന്നപ്പോ ചുളമടിച്ചോ. നീ അനുഭവിച്ചോ, സ്വന്തമായിട്ടൊന്നുമില്ലെങ്കിൽ അനുകരിച്ചോ. തിരിഞ്ഞോടുമ്പോ തിരിയുന്നിടത്ത് എല്ലാം എന്റെ മോറ് കാണുമ്പോ തരിപ്പടിച്ചോ. തലയോട്ടിയിൽ അടിച്ചു കയറ്റി തന്ന മുള്ളാണികളുടെ മുനയൊടിച്ചു. തനിച്ചോടുമ്പോ തനിക്കെന്ന് കരുതിയതൊക്കെ എവിടെ പോയെന്ന് തിരിച്ചറിഞ്ഞു. സൂപ്പർ പാടുമ്പോ അടിപൊളിയാ. ഞാൻ പഠിച്ച് പാടും കേട്ടോ ഇത്. കാരണം എന്ന് വെച്ചാല് ഭയങ്കര രസമാണ് ഈ താളത്തിൽ പാടുമ്പോൾ. നിങ്ങളെ കാണുമ്പോൾ സുഖം കിട്ടുകയാണെങ്കിൽ പാടുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ ഒരു ഇത് കിട്ടില്ലേ, ഭയങ്കര രസമായിരിക്കും. ഈ നിങ്ങൾ പെർഫോം ചെയ്യുന്ന സമയത്ത് ഓഡിയൻസ് ഇത് പാടുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ലഹരിയില്ലേ, അതാണ് ഭയങ്കര രസമല്ലേ. അവരിത് റാപ്പൊക്കെ ഇത്രയും നന്നായിട്ട് കാണാതെ പഠിച്ച് നമുക്ക് പോലും തെറ്റിപ്പോവാൻ സാധ്യതയുള്ള അവര് പാടും. അത് മന്ദാരൊക്കെ പാടുമ്പോ 42 പിന്നെ മന്ദാരൊക്കെ പാടും. നീയൊക്കെ കൊള്ളാം. അപ്പൊ ചിലരൊക്കെ ക്രൗഡ് ഇതല്ലെങ്കിൽ നമ്മ ഡൗൺ ആവും. ക്രൗഡ് ഉണ്ടെങ്കിൽ നമുക്ക് കിട്ടുള്ളത്, പാടാ തിരിച്ചു പോരാ. ക്രൗഡ് വേണം നമുക്ക്. ക്രൗഡ് ഒരു എൻകറേജിങ് ആണെങ്കിൽ അടിച്ച് കിട്ടും നമുക്ക് ആ സാധനം. വരുമാനമായിട്ട് പണിയെടുക്കുന്ന പൈസ നമ്മൾ പോവാ. അങ്ങനെയാണ്. പക്ഷെ അല്ലാതെ സ്റ്റേജിൽ വേറെ നമുക്ക് ടിക്കറ്റ് എടുത്ത് വരുമ്പോ നമ്മുടെ വരികൾ കേട്ടുള്ളതാണത്. സോ അത് വേറെ പരിപാടി. അതാണ് എനർജി അല്ലേ. അത് കഴിയുമ്പോ നമുക്ക് അവരൊക്കെ വന്ന് വർത്താനമൊക്കെ പറയുമ്പോൾ നമുക്ക് അതിന്റെ ഇത് കിട്ടില്ലേ. പക്ഷെ അതും എനിക്ക് ഇപ്പോഴും എൻജോയ് ചെയ്യാൻ പറ്റുള്ള. ലൈക്ക് നമ്മളെ അപ്രീഷിയേറ്റ് ചെയ്യുമ്പോ എനിക്കറിയില്ല എങ്ങനെ മറുപടി പറയണ്ടേന്നൊക്കെ. ആരെങ്കിലൊക്കെ മെസ്സേജ് അയക്കും ഇങ്ങനെ നല്ല പാട്ടാന്നൊക്കെ പറഞ്ഞാൽ ഇമോജിയെങ്കിലും കൊടുക്കും. എന്നിട്ട് വേറെ ഒന്നും എനിക്ക് എങ്ങനെ റിപ്ലൈ കൊടുക്കണമെന്ന് അറിയില്ല ഇങ്ങനത്തെ അപ്രിസിയേഷൻ പരിപാടിക്കൊക്കെ. അല്ല അപ്പം എക്സൈറ്റ്മെന്റ് തോന്നില്ല? ഇല്ല, എന്താണെന്നറിയില്ല. അത് ഒരുപക്ഷെ ആരെങ്കിലും ഒക്കെ തിരിച്ചറിഞ്ഞു. ഇപ്പോൾ വേടൻ പുലിയെ പിടിച്ചതുപോലെ വേറൊരു പുലി വന്ന് സംസാരിക്കുകയാണെന്ന് ചോദിച്ചാൽ ഗബ്രിയുടെ അടുത്ത്, അപ്പോഴായിരിക്കും ചിലപ്പോ അതാണ് നമ്മൾ ചെയ്യുന്ന പണിയുടെ റിസൾട്ട് കിട്ടി. അതിന് കിട്ടുമായിരിക്കും. ലൈക്ക് നമ്മളെ കണ്ട് ഇൻസ്പയർ ആയ ഒരുപാട് വന്നിട്ട് നമ്മളെക്കാളും നന്നായിട്ട് ചെയ്യുമ്പോ ഇരുന്ന് കാണാൻ ചേട്ടെ. അല്ലാണ്ടുള്ള പൊക്കിപ്പറച്ചിലും പരിപാടി അതെ, അത് എക്സൈറ്റ് ചെയ്യിപ്പിക്കുന്നില്ല ആക്ച്വലി. നല്ലതാ. അല്ല അത് നല്ലതാ. കാരണം നമ്മുടെ ഉള്ളു സന്തോഷിക്കുമ്പോൾ സന്തോഷിച്ചാൽ മതി, അഭിനയിക്കേണ്ട. അതെ, അഭിനയിക്കേണ്ട കാര്യമില്ല. അത് നല്ല ഐഡിയ. അല്ല, എഴുതുന്ന സമയത്ത് എൻ്റെ ഉള്ളിൽ വരുന്നതാണ് ഞാൻ എഴുതുന്നതെന്ന് പറഞ്ഞപ്പോൾ എനിക്കും മനസ്സിലായി. അങ്ങനെ അഭിനയിക്കാതെ, എഴുത്തിൽ പോലും അഭിനയിക്കാതിരുന്നാൽ മതി. അപ്പോൾ റിയലായിട്ട് വന്നോട്ടെ എന്ന് പറയാം. ചില പരിഗണനകളൊക്കെ ഉണ്ട്, സമൂഹത്തിന് വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നതെന്നൊക്കെ അറിയുമ്പോഴും ആ ഫ്ലോ നഷ്ടപ്പെടാതെ അങ്ങനെ അത് വേറെ ഞാൻ അവന്റെ വഴിക്ക് വിട്ടോട്ടെ എന്നുള്ള ഇതില്ല. റിയൽ ലൈഫിൽ ഞാൻ എങ്ങനെയാണെന്നുള്ളത് ക്യൂരിയസ് ആയാൽ മതി. ഒരാളുടെ പെരുമാറുന്നത് എങ്ങനെ, സംസാരിക്കുന്നത് എങ്ങനെ, അതിൽ മാത്രം ക്യൂരിയസ് ഉള്ളൂ. എഴുത്ത് എങ്ങനെയും ആയിക്കോട്ടെ, അത് വേറൊരു പരിപാടി ഞാൻ അവനെ വിട്ടേക്ക്. എങ്ങനെ അല്ല, ഇത്രയൊക്കെ സംസാരിക്കുന്നത് എന്തായാലും വായനയുടെ ഒരു ഏരിയ ഉണ്ട്. ഞാൻ അതിനെക്കുറിച്ച് ചോദിക്കാത്തതല്ല, എനിക്കറിയാം, എനിക്ക് കേൾക്കുമ്പോൾ മനസ്സിലായി. അതാണ് ഒരു പക്ഷേ ഒരു സന്തോഷം അല്ലേ, ഉള്ളിലേക്ക് പല കാര്യങ്ങളും വായിക്കാൻ കഴിയും. ഏതെങ്കിലും ഒരു തരത്തിലുള്ള വായന എന്നുള്ളതുണ്ടോ? ഞാൻ വായന തുടങ്ങിയത് ഈ ഒറ്റപ്പള്ളിയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയാണ്. അപ്പ കൂടുതലും വായിക്കുന്നത് കെ.ആർ. മീരയുടെ ബുക്കുകളൊക്കെ വായിക്കുമ്പോൾ നമ്മുടെ ജീവിതവും നമ്മളെ കാണുന്നത് ഇതൊക്കെ ഞാനാണല്ലോ എന്നുള്ള ചിന്ത എന്നുള്ള എനിക്ക് തോന്നുന്നു ഈ പിത്തത്തടയിൽ കത്തിക്കയറിയ സംഭവം എനിക്ക് അതിൽ നിന്ന് വന്നതെന്ന് തോന്നുന്നു. ഈ അടുത്ത തിരിച്ചറിഞ്ഞ് ഞാൻ അതിൽ ക്യാരക്ടർ ഉണ്ട് ഇങ്ങനെ, ലൈക്ക് വൈഫിനെ ഹസ്ബൻഡ് ഇങ്ങനെ കുത്തും, ഒരു വികാരം കൊണ്ട് ഇങ്ങനെ നിൽക്കുക, അങ്ങനൊന്നും ഒരു സീൻ ഉണ്ടായില്ലേ. ലൈക്ക് അതിൻ്റെ തലയിൽ കിടക്കണ്ടായിരുന്നു. ഞാൻ പിന്നെ തിരിച്ചറിഞ്ഞു, ഞാൻ അതുകൊണ്ടാണ് ഇത് എഴുതിയത് എന്നുള്ളത്. നമ്മൾ ഇമാജിനേഷൻ ചെയ്യില്ല ആ സീനൊക്കെ വായിക്കുമ്പോൾ. കെ.ആർ. മീരയുടെ ബുക്കുകളൊക്കെ ഭയങ്കര ഇഷ്ടം. ഒറ്റപ്പെടൽ എൻജോയ് ചെയ്യണ ടൈപ്പിലുള്ള ഒരു പരിപാടിയാണ്.
ലൈക്ക് ഒറ്റക്കാണെങ്കിലും എനിക്ക് അത് കുഴപ്പമില്ല, എൻ്റെ ജീവിതം ഇതാ, ഞാൻ അത് എൻജോയ് ചെയ്യണ്ടെന്നുള്ള പരിപാടി. ചിലപ്പോൾ പുള്ളിക്കാരത്തേതായിരിക്കും ഉദ്ദേശിച്ചത്, എനിക്കങ്ങനെ കിട്ടിയത്. മനസ്സിലായി. ഈ ആരാച്ചാര്, ഘാതകനൊക്കെ അങ്ങനെ കുറച്ച് ബുക്കുകൾ, കുറെ ബുക്ക് ഉണ്ടെന്ന് തോന്നുന്നു കേരമീരയുടെ. ഇപ്പൊ വേറെ ആരെയും വായിക്കാൻ തോന്നുന്നു. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. കേരമേനെ വായിച്ച് വേറെ ആരെയും ബുക്ക് വായിക്കാൻ തോന്നുന്നത്. കുറെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്, മാറ്റി പിടിക്കണം, ഒറ്റപ്പെടല് മാറ്റിയിട്ട്. പക്ഷെ വായിക്കുന്ന സമയത്ത് എന്താണ് ശരിക്കും ഉള്ളിൽ സംഭവിക്കുന്നത്? ആ കഥയിൽ അലിഞ്ഞിരിക്കുന്ന ഓരോരുത്തർക്കും ഓരോന്നായിരിക്കുമല്ലോ. അപ്പൊ എനിക്കെന്ന് പറഞ്ഞാൽ ചില ചോദ്യങ്ങൾക്ക് ഉത്തരം തേടിയിട്ടാണ് ഞാൻ ലേഖനങ്ങളൊക്കെ വായിച്ച്, എനിക്ക് നോവലൊന്നും വായിക്കുന്നതിൽ കിക്ക് കിട്ടാത്തൊരവസ്ഥയിലേക്ക് പോകുന്നത്. കാരണം ചോദ്യത്തിന് ഉത്തരം വേണം. നോവൽ വായിച്ച് ചിലപ്പോൾ എനിക്കത് കിട്ടിയില്ല എന്ന് വരും. അപ്പൊ അതുകൊണ്ട് ഞാൻ വേറെ സാധനങ്ങളൊക്കെ വായിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പൊ എന്താണ് ശരിക്കും ഗബ്രിയുടെ വായന? എനിക്ക് ലൈക്ക് റിയൽ ലൈഫിൽ നിന്ന് രക്ഷപ്പെടാം, ഞാൻ മാത്രമുള്ള ഒരു ലോകത്തേക്ക് പോവാ, അങ്ങനെ അലിഞ്ഞിരിക്കുക, ഒരാളും ചിന്തയില്ല, ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് മാറ്റി വെക്കുക. അത് നൈസ് പരിപാടിയാ, ഫോൺ സ്വിച്ച് ഓഫ് ചെയ്യാൻ കഴിയുന്നത്. പിന്നെ എനിക്ക് അതിനെ കൂടുതൽ ഇത് കിട്ടുന്നത് എഴുതുമ്പോഴാണ്. എഴുതുമ്പോൾ ഞാൻ വേറെ ലോകത്താ. ഞാനൊരു ഇതുണ്ട്, ഞാനും എൻ്റെ പേനയും കടലാസും മാത്രമുള്ള ലോകം എന്നൊക്കെ പറഞ്ഞു, വേറെ ലോകം. അടിപൊളിയാണ്. പറയണ പോലെ ഒരു ലോകത്തിൽ ആണ് ഗബ്രി പോകുന്നത്. ഇങ്ങനെ സാഹിത്യം പറയുന്നത് പോലെ ഒരു ലോകത്താണ് ഗബ്രി എഴുതുന്നത്. അത് സൂപ്പർ നൈസ് പരിപാടി. എല്ലാം ഉണ്ട്. അപ്പൊ എല്ലാവരും ബാലൻസിലാവണേ, ഇതുണ്ട് അതുണ്ട് അതുണ്ട്. അപ്പൊ അളിയന്റെ ആസ്വാദനം അതാണ്. അത് ഭയങ്കര രസമുള്ള പരിപാടിയാണ്. അല്ല, ചില കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ അയ്യോ ഞാനിത് അറിഞ്ഞില്ലല്ലോ എന്നോർക്കും, പിന്നീട് ഓർക്കും. അപ്പം ഗബ്രിക്ക് ശരിക്കും ആ അവസ്ഥയിൽ പോയിരിക്കാൻ കഴിയും. ഇപ്പോഴും ഒരു നോവലുമായിട്ട് പോയിട്ട് അല്ലെങ്കിൽ എഴുത്തുമായിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ. ഞാനിപ്പോൾ വായിക്കുന്നത് പൊനം എന്ന് പറഞ്ഞൊരു ബുക്കാണ്. അത് ഇതുവരെ വായിച്ചിട്ട് എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ഉള്ള ബുക്ക് അതാണ്. പക്ഷേ ഷോസിന് പറഞ്ഞാൽ വായിക്കാൻ പറ്റില്ല. അരമണിക്കൂർ തന്നെ കുറച്ചധികം വായിച്ചു കഴിഞ്ഞത് നല്ലൊരു ഇമാജിനേഷനിൽ കൊണ്ടുപോകേണ്ടത്. എനിക്കതൊന്നും പെട്ടെന്ന് വായിക്കാൻ വേണ്ടി ഞാൻ കുറച്ച് ഷോസ് ഒന്നും പിടിക്കാണ്ടിരിക്കാന്ന് കാരണം അത് പെട്ടെന്ന് തീർക്കണം. എനിക്ക് എന്താണെന്നുള്ള സംഭവം ക്യൂരിയസ് ആണ്. അതിലൂടെ പോകാന്നല്ല ഇഷ്ടം. അതാണ് എൻ്റെ കംഫർട്ട് സോൺ. നമ്മൾ ചെറുപ്പത്തിൽ കുറച്ചു കാലം ഇതൊക്കെ അനുഭവിച്ചിരുന്നു. പക്ഷെ ഇപ്പൊ ഒന്നും കിട്ടുന്നില്ല, കിക്കില്ല. ഇപ്പൊ കുറെ വായിച്ചു കേട്ടോ. ഇനിയിപ്പോ ചെറുതായിട്ട് തുടങ്ങിയിട്ടുള്ളൂ വായന എന്നുള്ളത് എനിക്കാണ് തോന്നുന്നത്. ഇനി എന്തോരം ആൾക്കാരെ കാണാനും വായിക്കാനുണ്ട്. കുറെ എഴുത്താറില്ലേ, എല്ലാവരും ഇത് വായിക്കുക എന്നുള്ളത്. അതിനൊക്കെ കുറെ സമയം തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. 25 വയസ്സിലായിട്ടുള്ളൂ, എന്തോരം പേരെ വായിക്കാനുണ്ട്. ഷോ ഒക്കെ ചെയ്തിട്ട് ടൈമില്ലാതായില്ലേ, അതാണ് പ്രശ്നം. ഈ വീട്ടിലില്ലെങ്കിൽ എനിക്ക് വായിക്കാനും എഴുതാനൊന്നും പറ്റില്ല. ഞാൻ എല്ലാ ഷോക്കും പോകുമ്പോ ബുക്കും എല്ലാം കൊണ്ടുപോകും, പക്ഷെ പറ്റുള്ളൂ, നടക്കില്ലല്ലേ. വീടാണ് എന്റെ കംഫർട്ട് സോൺ. അല്ല, അത് മാറ്റുന്നത് നല്ലതായിരിക്കും. കാരണം ഹോട്ടലിലൊക്കെ ഇരുന്ന് വായിക്കാനൊക്കെ ഇനി പറ്റുള്ളായിരിക്കും. അതെ, അത് വേണം. വായന ഒന്ന് വിട്ടു പോകണമെന്നൊരു പേടി എനിക്കുണ്ട്. എഴുതുകയും ചെയ്യണം. അപ്പൊ പാട്ടല്ലാതെ വേറെ എന്തെങ്കിലും? പാട്ടിലാണ്ട് എഴുതുന്നത്. എനിക്ക് പാട്ട് എഴുതണത് കുറച്ചുള്ളൂ. ഞാൻ പാട്ട് എഴുതുമ്പോൾ പാട്ട് മീൻസ് ഞാൻ ഇപ്പൊ ഗോഡൌണിൽ പണിക്ക് പോയെന്ന് പറഞ്ഞില്ലേ, അപ്പൊ തിങ്കളാഴ്ച മുതൽ ശനിയാഴ്ച വരെ പണിയാണല്ലോ. ഞാൻ അവിടെ പണി ചെയ്തോണ്ടിരിക്കുമ്പോൾ തലയിൽ ഇങ്ങനെ ഓരോ വരികൾ വരും. അതിൽ നിന്ന് നമ്മൾ തിരഞ്ഞെടുക്കും, ഇത് നല്ല ഇതല്ല, അങ്ങനെ തോർത്തോർത്ത് വെച്ചുമ്പോൾ ഞായറാഴ്ച ആകുമ്പോൾ ചില നമുക്ക് ഓർമ്മയുണ്ടാവും, അതിലേതെങ്കിലും നല്ല പോയിന്റ് ഓർമ്മയുണ്ടാവും. അങ്ങനെ എഴുതണതാണ്. അത് മാത്രമേ എഴുതുള്ളൂ. കുറെ ചിന്ത വരും, കുറെ എഴുത്ത് വരും, ഇതേ നമുക്ക് തലയിൽ സ്ട്രൈക്ക് ആയ സാധനം ഉണ്ടാവില്ല, അത് മാത്രമേ എഴുതും. അങ്ങനെ കുറെ പ്രോസസ് ഉണ്ട് അതിന്. ബൈക്കിലൊക്കെ പോകുമ്പോ ട്രാഫിക്കിലൊക്കെ പോകുമ്പോ ഇങ്ങനെ അയച്ചു. ഞാനിപ്പോ വർക്ക് ചെയ്യുമ്പോ എന്റെ കൂട്ടുകാരൊക്കെ നീ എന്തൊട്ടി പറഞ്ഞോണ്ടിരിക്കുന്നത്, ഞാൻ പാട്ട് പഠിക്കൊണ്ടിരിക്കും. അപ്പൊ നന്നായിട്ട് കേറി വരുന്ന സാധനം മാത്രം നമ്മൾ എഴുതും. കോറ് സാധനം മാത്രം. നമുക്ക് ഇങ്ങനെയും പറയാം ഇങ്ങനെയും പറയാം. ഇങ്ങനെ പറയുന്നതാണ് സുഖം. പിന്നെ പറയുമ്പോ പല പല ഇതുണ്ടാവും ആൾക്കാർക്ക്. പിന്നെ ഇതായിരിക്കും പറഞ്ഞത്. ഞാൻ തങ്കത്തിന്റെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അല്ല, പക്ഷെ അത് രസമല്ലേ. വേറെ മാർക്കറ്റിംഗ് പരിപാടി ഉണ്ട്. അതെന്താണെന്ന് അറിയാൻ വേണ്ടി പിന്നെയും കേൾക്കുമല്ലോ പാട്ട്. എല്ലാ സാമ്പത്തിക സംഭവം അടിത്തറയും കിട്ടും. എല്ലാത്തിനും പറ്റി ഒരു ഉദാഹരണം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഞാൻ. ആൾക്കാരൊക്കെ കേൾക്കുന്നത് എങ്ങനെയാ? ഈ നമ്മൾ വായന അല്ലാതെ വീഡിയോസ് ഒക്കെ കാണുമോ, കേൾക്കുമോ? അതൊക്കെ അതാണ് കൂടുതൽ. ഇന്റർവ്യൂസ് ഞാൻ കൂടുതലും കാണുന്നത്. ഇന്റർവ്യൂസിനൊക്കെ ഭയങ്കരമായിട്ട് ചേട്ടൻ്റെ ഇന്റർവ്യൂ ഞാൻ കുറെ കണ്ടിട്ടുണ്ട്. അത് കുറച്ചൊരു പാഴ്വയിലായിപ്പോയി. എനിക്ക് ഭയങ്കര ഞാൻ ആദ്യം ഇന്റർവ്യൂ കണ്ട് ഇതായത് ഗൗരിലക്ഷ്മിയുടെ പണ്ട് പുള്ളിക്കാരത്തി മെന്റൽ ഹെൽത്തിനെ കുറിച്ച് പറഞ്ഞതും. അന്ന് എനിക്കറിയില്ല എനിക്കുള്ളത് മെന്റൽ ഹെൽത്ത് സീനാണെന്നുള്ളത്. അപ്പൊ എനിക്ക് ഇതായിരുന്നു എനിക്കുള്ള പ്രശ്നം. പുള്ളിക്കാരി പറയുന്നത് ഫുള്ള് ഒരു അരമണിക്കൂർ ഫുള്ള് ഞാൻ കേട്ടിരുന്നിരിക്കും. എല്ലാം അതിൽ നിന്ന് കണക്റ്റായി. ലൈക്ക് എല്ലാം എനിക്ക് കണ്ടു. അല്ലെങ്കിൽ കമന്റ്സ് ഒക്കെ വേറെയാണ്, പുള്ളിക്കാരത്തി എന്താ പറയണത് അങ്ങനെയാണ് ഇങ്ങനെയാണ്. പക്ഷെ എനിക്ക് എല്ലാം വർക്കായി. എനിക്കറിയാലോ ഞാൻ കടന്നു പോകണത് എന്താണ്. ഇന്റർവ്യൂസിൽ കാണാം. പിന്നെ കുറെ കാണാൻ തുടങ്ങി. പിന്നെ കനീക് സുരിതൊക്കെ ഇന്റർവ്യൂ കാണാറുണ്ട്. ബേസിലിന്റെ കാണാറുണ്ട്. ബേസിലിന്റെ ഒക്കെ
പുള്ളിയുടെ ലൈഫും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ലൈക്ക് ഫണ്ണായിട്ടിരിക്കുന്നത് ഫൺ, സീരിയസ് ആണെങ്കിൽ സീരിയസ്, ധ്യാനൊക്കെ കാട്ടില്ലേ പുള്ളി തമാശ കളിച്ചിരിക്കുന്ന പുള്ളിയുടെ ഉള്ളിൽ സാധനം ഉണ്ട്. ആ നമുക്കറിയാത്. അപ്പൊ അതൊക്കെ ഈ ക്യൂവിലൊക്കെ വന്നതെന്തോ ഈ അടുത്തൊരെണ്ണം വന്നായിരുന്നു, കുറച്ച് സീരിയസ് ആയിട്ട് പറയുന്നത്. മനസ്സിലായി നമുക്ക് പുള്ളിയുടെ ഉള്ളിൽ അതുണ്ടെന്നുള്ളത്. അത് നൈസ് പരിപാടിയാണ്. നമ്മ എപ്പോഴും സീരിയസ് ആയിട്ട് ഇരിക്കണ്ടല്ലോ, നമുക്ക് പറയാനുള്ളത് ഫണ്ണായിട്ട് തന്നെ പറയാ, എല്ലാവരും എൻകറേജ് ചെയ്യുക. മാർക്കറ്റിന് അത് വേണ്ടത്. ഞാൻ ഇപ്പൊ വീണ്ടും അടുത്തുള്ള പയ്യെന്നുള്ള സാധനം കിട്ടി പുള്ളി അങ്ങനെ നിന്നിട്ടാ. അതെ അതെ, എല്ലാം ഓപ്പൺ അപ്പ് ആയിട്ട് പറയാ. പക്ഷെ ബുദ്ധിപരമാണത്, ഭയങ്കര കളിയാണത്. ദുബായിലൊരു പ്രശ്നം ഉണ്ടായില്ലേ, ആരോ ഇപ്പൊ എതിരഭിപ്രായം പറയേണ്ടത് പുള്ളി പറഞ്ഞു, താങ്കൾ പറഞ്ഞത് തെറ്റാണ്, അതും പറയേണ്ടത് അതും പറയാം. അതെ, കൈകാര്യം ചെയ്യാം. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഒരു കാര്യം കൂടെ ചെയ്തത്, ഇപ്പോൾ ഇത് മാർക്കറ്റ് ചെയ്യും കൂടെ വേണം. നമ്മൾ പൊളിറ്റിക്സ് ആണ് നമ്മൾ പറയുന്നത്, കേൾക്കാൻ ചിലപ്പോൾ ആള് കുറവായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിത് മാർക്കറ്റ് ചെയ്ത് നമ്മൾ നിൽക്കണം. അപ്പം ഹിപ്പ് ഹോപ്പിലാണ് നമ്മൾ ഉറച്ചു നിൽക്കുന്നത്. അപ്പം ഇതിൻ്റെ ഒരു മാർക്കറ്റ് കൺസ്ട്രെയിൻസ് ഉണ്ട്. അതിനെ ഓവർകം ചെയ്യാൻ എന്തെങ്കിലും മനസ്സിനകത്ത് പ്ലാൻ ഉണ്ടോ? അത് എങ്ങനെയാണ് മറികടക്കുക എന്നൊക്കെ ഉള്ളത്? ഇപ്പം ഞാൻ അതിനെപ്പറ്റി ബോധമല്ലെന്ന് പറയുന്നത്. ഇപ്പം ഓഡീഷനുണ്ടാക്കുക, ഒരു 100 ആളെക്കാളും കൂടുതൽ ഒരു 1000 ആൾ കേൾക്കാൻ നിൽക്കുക, എന്നിട്ട് 1000 ആൾക്ക് പറയാത്. 100 പേരെടുത്ത് പറഞ്ഞാൽ 5 പേർക്ക് മനസ്സിലായ അത് കുറവായിരിക്കും. 1000 ആൾ പറഞ്ഞിട്ട് 50 പേർക്ക് മനസ്സിലായാലും വേറെയുള്ള. ഇപ്പൊ ഓഡിയൻസ് ഉണ്ടാക്കാനാണ് ശ്രമിക്കുന്നുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ കൂടുതലും പൊളിറ്റിക്സ് പറയാത്ത. ഇപ്പൊ പിന്നെ നമുക്കും പറഞ്ഞു, നേരത്തെ പറഞ്ഞു, എനിക്ക് പൊളിറ്റിക്കലായിട്ടുള്ള അറിവും സംസാരവും കുറവാണ്. ലൈക്ക് തലയിലുള്ളത് 100% ഇതിലൂടെ എനിക്ക് പറയാൻ പറ്റില്ല, എഴുതാനേ പറ്റുള്ളൂ. അപ്പം അതൊന്ന് പ്രോസസ്സ് ചെയ്ത് ടൈമിന് കാത്തിരിക്കുക, ഞാൻ കുറച്ചുകൂടി ഒന്ന് ഇമ്പ്രൂവ് ആവാൻ വേണ്ടി. അത് ആ വശത്തിൽ അത് ഉള്ളിലുണ്ട്, സമയം എടുക്കും എന്നുള്ള ചിന്ത. 5 വർഷം കഴിയുമ്പോൾ പുലി എവിടെയായിരിക്കും? വേറെ ലെവലായിരിക്കണം. വരട്ടെ എന്ന് വെച്ചിരിക്കും. ഞാൻ അതിനെ പറ്റി ചിന്തിക്കാനുള്ള. ഇപ്പൊ നമുക്കറിയാം അങ്ങനെ ഇങ്ങനെയൊക്കെ ആവുള്ളൂ എന്ന്. വരട്ടെ, അപ്പൊ നോക്കാന്നുള്ളത്. അപ്പോഴൊക്കെ നമുക്ക് പറയാൻ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കില്ല ഡെയിലി. എല്ലാം പൊത്തിയൊക്കെ പറയേണ്ട സമയത്ത് പറയാ ഉള്ള ചിന്തയില്ല. സമയമാവട്ടെ എന്ന് വെച്ചാൽ കാത്തിരിക്കുന്നത്. ഈ സോഷ്യൽ അവയർനെസ് ആണ് നമ്മളെ പലപ്പോഴും ഇത് പ്രേരിപ്പിക്കുന്നത് എഴുതാനൊക്കെ. പല കാര്യങ്ങളും നമ്മൾ കണ്ണുപൊത്തിയിരുന്ന് കഴിഞ്ഞാൽ വേണമെങ്കിൽ നമുക്ക് ജീവിച്ചിരിക്കാം. അപ്പോൾ അങ്ങനെ കണ്ണുപൊത്തിയിരിക്കാൻ പലപ്പോഴും ആർട്ടിസ്റ്റുകൾ ശ്രമിക്കുന്നുണ്ട്. പല ഏരിയാസിൽ നിൽക്കുന്നവർ പ്രതികരിക്കില്ല. സിനിമയിൽ നിൽക്കുമ്പോൾ ചില കാര്യങ്ങൾ കണ്ടാൽ പോലും നമ്മൾ പറയില്ല. അപ്പം മാർക്കറ്റിന് വേണ്ടിയിട്ട് അങ്ങനെ ഒരു ഒതുങ്ങൽ എന്തായാലും കരിമ്പുലിയുടെ ഭാഗത്ത് ഉണ്ടാവില്ല. ഞാൻ ഇപ്പൊ കുറച്ച് 2 വശം നോക്കും. സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന പരിപാടി എനിക്ക് ഇപ്പൊ എത്ര ഒരു വശം മാത്രം കേൾക്കുന്നത് നല്ല പരിപാടിയിലെന്ന് തോന്നുന്നുണ്ട്. ലൈക്ക് നമ്മൾ റീലിൽ കാണുന്നത് വേറെ ഉള്ളൂ. 2 വശം അറിഞ്ഞ് നമ്മൾ അതിനോട് ധാരണ ഉണ്ടാക്കി വെക്കും. എന്നിട്ട് നമ്മൾ പറയേണ്ടതാണെന്ന് നമുക്ക് തോന്നിയാൽ പറയാം. പറയാൻ ഒരുപാട് പേരുണ്ടല്ലോ, പറയാൻ അറിയാവുന്നവർ, അവർ പറയട്ടെ എന്നുള്ള ചിന്തയിൽ നമുക്ക് പറയാൻ. ഇത് അവർ പറഞ്ഞില്ല, അത് നമ്മൾ പറയണമെന്ന് എനിക്ക് തോന്നി ഞാൻ പറയും. അങ്ങനെ ഒരു ഇതിൽ ഇപ്പം എല്ലാത്തിനെ കുറിച്ച് നമ്മൾ അവെയർ ആയിരിക്കുക. നമ്മൾ പൊളിറ്റിക്സിൽ ഇടപെട്ടില്ലെങ്കിലും പൊളിറ്റിക്സ് നമ്മൾ ഇടപെടേണ്ടത് ആ ഒരു ധാരണ മതി. അത്രയും പൊളിറ്റിക്കലായിട്ട് ഇരുന്നാൽ മതി, അവയർനെസ് ആയിക്കോളും. പിന്നെ എനിക്ക് ഞാൻ പറഞ്ഞില്ലേ, പറയാൻ ഉള്ളൊരിത് വന്നിട്ടില്ല ഇപ്പോഴും. എനിക്ക് പറയുമ്പോൾ വ്യക്തമായിട്ട് തന്നെ പറയണം. ആ സാധനം വന്നിട്ടില്ല. അത് വരുത്തണം. ആൾക്കാരായിട്ട് സംസാരിക്കുക, പുതിയ ആൾക്കാരായിട്ട് അവരുടെ അഭിപ്രായങ്ങൾ കേൾക്കുക എന്നുള്ള ചിന്തയിൽ. ഇപ്പം KL42 ഞാൻ മറ്റേ തലച്ചോറിൽ പരിപ്പും ചാറ് ഒഴിച്ചു പോകുന്ന പരിപാടി കുറേ പേർക്ക് ഡൗട്ടുള്ള പരിപാടിയാണ്. 2 അർത്ഥത്തിലാണ് എഴുതിയത്. ഒന്ന് മെൻ്റൽ ഹെൽത്ത്, തലച്ചോറിൽ പരിപ്പും ചാറ് വെച്ച് കുഴഞ്ഞിരിക്കുന്നത് തലച്ചോറ്. പിന്നെ ഒരു വാക്ക് തലച്ചോറ്, ചോറ് കഴിഞ്ഞിട്ട് പിന്നെ നമ്മളെന്തെങ്കിലും കറി ആയിരിക്കുമല്ലോ. സോ എൻ്റെ വീട്ടിൽ എപ്പോഴും ഉണ്ടാകുന്ന കറി പരിപ്പും ഉണക്കമീനും വറുത്തതൊക്കെ ആയിരിക്കുള്ളൂ. സോ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം നമ്മുടെ പൊളിറ്റിക്സ് ആണെന്ന് ഞാൻ ചിന്തിക്കുന്ന ഒരാളാണ്. സോ എൻ്റെ വീട്ടിൽ എപ്പോഴും ചിക്കനും ഇതൊക്കെ ആണെങ്കിൽ ഞാൻ തലച്ചോറിൽ ഇറച്ചി ചാറ് വെച്ചെന്നേ എഴുതുള്ളൂ. സോ തലച്ചോറിൽ പരിപ്പും ചാറ് വെച്ചെന്നുള്ളത് ഞാൻ പൊളിറ്റിക്കലായിട്ട് പറയാൻ ശ്രമിച്ച കാര്യം. ആർക്കും മനസ്സിലാവുന്നത് എനിക്കറിയാം, പക്ഷെ എനിക്കൊന്ന് പറയണമെന്നുണ്ടായിരുന്നത്. കുറെ പേർക്ക് സംശയം ഉണ്ടായിരുന്നത് എന്താ ക്ലിയർ ചെയ്യണമെന്നുണ്ടായിരുന്നു. ഈ മുള്ളാണി ശരിക്കും എന്തായിരുന്നു? അത് ലൈക്ക് മറ്റേതുപോലെ തന്നെ ഓട്ടോമാറ്റിക് ആയിട്ട് വന്നതാ. ഇത് മാത്രമേ ഭയങ്കരമായിട്ട് എഴുതിയതുള്ളൂ ഞാൻ, തലച്ചോറിൽ പരിപ്പും ചാറ്. എനിക്ക് അങ്ങനെ സിമ്പിളായിട്ട് പറയുമ്പോഴാണ്, പക്ഷെ കിട്ടേണ്ട അടുത്ത് കിട്ടണമെന്നുണ്ടായിരുന്നു. ഒന്ന് പറയണം എനിക്കത്, നല്ലല്ലേ കിട്ടുള്ളൂ. അതെ, ശരിക്കും ഞാൻ ഇൻ്റർവ്യൂവിന് മുമ്പ് കണ്ടൊരു ഗബ്രിയും ഇവിടെ ഇരിക്കുന്ന ഗബ്രിയും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. എനിക്ക് നീ ഒരു കണക്ഷൻ കിട്ടിയിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഇനിയിപ്പോൾ നിന്നെ കണ്ടു കഴിഞ്ഞാൽ ഹഗ് ചെയ്യുന്നത് സോഷ്യൽ ഹഗ് ആയിരിക്കില്ല, കുറച്ചുകൂടെ അടുപ്പമുള്ള ഒരാളോട് നമുക്ക് തോന്നുന്നൊരു അടുപ്പമില്ലേ? ശരിക്കും അതാണ് എനിക്ക് നീ സംസാരിച്ചു കഴിഞ്ഞപ്പോൾ കിട്ടിയത്. അതുകൊണ്ടാണ് ഗബ്രിയെ നീ എന്ന് വിളിക്കാൻ എനിക്ക് തോന്നുന്നത്. താങ്ക്സ് ഡാ. താങ്ക് യു. ഞാൻ ഹഗ് ചെയ്യാം. സന്തോഷം. പൊളിക്ക്. ഇമോഷണലായിരുന്നു. അതെ. താങ്ക് യു.